ഇന്നത്തെ ദിവസം കർത്താവ് ഏതെല്ലാം വചനങ്ങളാണ് നമുക്ക് തരാനിരിക്കുന്നതെന്ന് അവിടത്തേക്ക് മാത്രമേ അറിയാവുള്ളൂ. ആദ്യം അവിടുന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്. നമ്മളെല്ലാവരും ഇവിടെ വന്ന് ആവേശത്തോടു കൂടി പാടുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കത്തക്കവണ്ണം നമ്മളെ ഇങ്ങോട്ട് ആനയിച്ച ഈ സുവിശേഷം എന്തിനു വേണ്ടി രചിക്കപ്പെട്ടു എന്ന് പറയുവാനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ 20-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ 30-ാമത്തെ വചനത്തിൽ 31-ാമത്തെ വചനത്തിൽ യോഹന്നാൻ 20:31 എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്, ദൈവത്തിൻ്റെ പുത്രൻ്റെ കാര്യമാണ്. ദൈവത്തിൻ്റെ കാര്യമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നല്ല, അത് ദൈവത്തിൻ്റെ കാര്യം തന്നെയാണ്. യേശു ദൈവപുത്രനായി ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകം രചിക്കപ്പെട്ടത് വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നമുക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ്. യോഹന്നാൻ തന്നെ 17-ാം അധ്യായത്തിൽ ഈ നിത്യജീവനെ എങ്ങനെ സ്വന്തമാക്കാമെന്ന് 3-ാം വാക്യത്തിൽ പറയുന്നു. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. യോഹന്നാൻ 17:3 പറയുന്നത് നമ്മൾ ഈ ക്രിസ്തുവിനെ ഒന്ന് അറിയുന്നത് തന്നെ നിത്യജീവനാണെന്നാണ്. എത്രയോ രസകരമായ പ്രത്യാശയാണ് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്ക് നിത്യജീവനെ നൽകുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവേശുവാണ്. പാവം ഹൈന്ദവ സഹോദരങ്ങൾ അവർ 33 കോടി ദേവീ ദേവന്മാരെ ബഹുമാനിക്കുന്നു. നിത്യജീവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കാത്തത് കൊണ്ട് ലഭിക്കാതെ പോകുന്നു. ഈ രാജ്യവും 90-ൽ താഴെ കോടി ജനങ്ങളുള്ള ഇസ്ലാം സമൂഹവും ഒരു കുഞ്ഞ് നബിയായി മാത്രം ഈസാ നബിയെ കണ്ടുകൊണ്ട് ഖുറാനിലൂടെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ വളർത്തിയെടുക്കുന്നു. നിത്യജീവൻ്റെ അച്ചാരമായ ക്രിസ്തുവേശുവിലേക്ക് അടുക്കുവാൻ കഴിയാത്ത ഈ മക്കളുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്കൊക്കെ ഈ ഭൂമിയിൽ 50-80 വർഷം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മാത്രം, നിത്യതയുടെ സന്തോഷം ഒരുപക്ഷെ അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. ക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോഴാണ് അവന് നിത്യജീവൻ കിട്ടുവാൻ ഇടവരുന്നത്. ക്രിസ്തുവിൽ എത്തുക എന്നത് പ്രയാസം കൂടിയ കാര്യമാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നേരെ മറിച്ചാണ് വിചാരിക്കേണ്ടത്. സകലതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് എത്തുക, അതൊന്ന് പശ്ചാത്തപിക്കുന്ന എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ യോഹന്നാൻ 21:31 വാക്യവും യോഹന്നാൻ 17:3 പരിചയപ്പെടുത്തിക്കൊണ്ട് നിത്യജീവൻ എന്താണെന്ന് പറഞ്ഞു തരുവാൻ ശ്രമിച്ചിട്ട് ഇതിൻ്റെ പൂർണ്ണത ഇരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും കൊളോസ്യ ലേഖനത്തിലൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 15-16 വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. അവൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃകത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. ക്രിസ്തു 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്
മറിയം എന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ ജനിച്ച് 33.5 വർഷം കഴിഞ്ഞ് കൊല്ലപ്പെട്ട് ഉയർക്കപ്പെട്ട് പോകുവാൻ ഇടവന്ന ഒരു ഇടക്കാല ആശ്വാസം മാത്രമല്ല, അവൻ സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ഒരു സർവകാലാശ്വാസമാണ് എന്നാണ് ഇവിടെ നാം കണ്ടെത്തുന്നത്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് അവൻ. സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. അപ്പോ സർവ സൃഷ്ടിക്കും ആദ്യജാതനാണെന്ന് പറയുമ്പോൾ ആദവും ഹൗവയും ഉണ്ടാകുന്നതിനപ്പുറത്തെ ക്രിസ്തു ഉണ്ടെന്നർത്ഥം. ഈ ലോകം വൈരൂപ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ആദ്യത്തെ ചാലക വസ്തുവായി കിടന്നിരുന്ന പരിശുദ്ധാത്മാവ് അതിന്റെ മുകളിൽ വെട്ടിത്തിളങ്ങിയിരുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ സംഭവത്തിന് മുമ്പുള്ളവനാണ് ക്രിസ്തു യേശു. അതാണ് ഇവിടെ പറഞ്ഞത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം ഇവന്റെ അടിമത്തത്തിൽ ആണ്. അവൻ സകലത്തെയും സഭ എന്ന ശരീരത്തിന്റെ തലയാക്കുന്നു. സഭ, അതിന്റെ തല ക്രിസ്തുവാണ്. ചില മതങ്ങൾ ആ സഭയുടെ തല പാപ്പയാണെന്ന് കരുതുന്നു, പാത്രിയാർക്കിസ് ആണെന്ന് കരുതുന്നു. മാതാ അമൃതാനന്ദമയ്യെ പോലെ ചില ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന വ്യക്തികളാണ് സഭയുടെ തല എന്ന് കരുതുന്നു. അവർക്ക് മണ്ടത്തരം പറ്റി. ക്രിസ്തുവാണ് സഭയുടെ തല. തല മോശമായാൽ പിന്നെ ഉടലിന്റെ കാര്യം പറയണ്ടല്ലോ. ഉടലിന് എന്തെങ്കിലും കൈക്കോ കാലിനോ കുറവ് വന്നാൽ തല ഗംഭീരമാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യവുമില്ലല്ലോ. അതെ പ്രിയരെ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് നമ്മളെ കർത്താവ് സഭയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടാണ് നിത്യജീവൻ പ്രാപിക്കുകയെന്ന്. ഇനി നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാണ് സഭയുടെ തലവൻ. പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൾപ്രാപണം വരെ യഹൂദനെന്നോ പുറജാതികളെന്നോ വ്യത്യാസമില്ലാതെ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് വേർതിരിഞ്ഞവരുടെ കൂട്ടമാണ് യഥാർത്ഥത്തിൽ സാർവത്രികമായ സഭ. മത്തായിയുടെ 16:18 എന്റെ സഭ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. വ്യക്തതയോടുകൂടിയാണ് യേശു സംസാരിക്കുന്നത്. എന്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടുകയില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരായ പാസ്റ്റർമാരോ ഇതിനകത്തില്ലാത്ത പാസ്റ്റർമാരെന്ന് കരുതുന്നവരോ പുരോഹിതന്മാരെന്ന് വിചാരിക്കുന്നവരോ, ഇവിടെ തൊട്ടടുത്ത് മർത്തപ്പള്ളി ഇന്നലെ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെയുള്ള അച്ഛന്മാരോ ആരും വിചാരിക്കേണ്ടതില്ല അവരുടെയാണ് സഭ എന്ന്. കർത്താവ് പറയുകയാണ് എന്റെ സഭയെ ഞാൻ പണിയുമെന്ന്. ഇത് സാർവത്രിക സഭയെക്കുറിച്ചുള്ള കാഹളധ്വനിയാണ്. കർത്താവിൻ്റെതാണ് സഭയെന്ന് പറയുന്നത്. സ്ഥലകാല വ്യത്യാസമില്ലാതെ രക്ഷിക്കപ്പെടുന്ന സകലരും ആ സമയത്ത് തന്നെ സാർവത്രിക സഭയുടെ അംഗങ്ങളായി തീരുകയാണ്. ഇന്നലെ ക്രിസ്തുവേശുവിനെ കുറിച്ച് ചിലത് പറയുവാനും കേൾക്കുവാനും നമ്മൾ ആരംഭിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഈ വചനങ്ങൾ ഉള്ളിൽ നിറവായി എത്തുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും, നിങ്ങൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ, മാനസാന്തരപ്പെട്ട വ്യക്തികൾ, പുതുജന്മം പ്രാപിച്ചവർ ആ സമയത്ത് തന്നെ സാർവത്രിക സഭയുടെ അംഗമാവുകയാണ്. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം ഉടൻ തന്നെ പ്രാപിക്കുകയാണ്. എന്നിട്ട് അവർ ഷാർജയിലെ ഈ വർഷിപ്പ് സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷിപ്പ് സെന്ററിലോ പ്രാദേശികമായി കൂടും. അവർക്ക് 1-2 അനുഷ്ഠാനങ്ങളുണ്ട്. ആദ്യത്തേത് ജലത്തിൽ മുങ്ങിയുള്ള സ്നാനം, രണ്ടാമത്തേത് കർത്തൃ മേശ എടുക്കൽ. ഇങ്ങനെ ഒരു പ്രദേശത്തുള്ള ആളുകൾ അവിടെയുള്ള വർഷിപ്പ് സെന്ററുകളിൽ കൂടുകയും സ്നാനപ്പെട്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ച് കർത്തൃമേശയും എടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള പ്രദേശത്തിലെ മൂപ്പന്മാരാൽ സ്നേഹത്തോടെ നയിക്കപ്പെടും. ഈ സ്ഥലമാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്റർനാഷണൽ ചർച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് ക്രിസ്തു തലയായിട്ടുള്ളതാണ്. രക്ഷിക്കപ്പെടുന്ന എല്ലാവരും ഈ സഭയിലെ അംഗമാണ്. ചർച്ച് ഓഫ് ഗോഡ് മാത്രമായിരിക്കില്ല, വേറെ പലതും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ചർച്ചിലെ അംഗങ്ങൾ ഒരു പ്രദേശത്തെ അധ്യക്ഷന്റെ കൂടെ വന്ന് സ്നാനമെടുത്തും കർത്തൃമേശയെടുത്തും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് പാട്ടുപാടിയും അല്ലാതെയും ആരാധിച്ചും ആത്മീയമായ ഉണർവ് ഗാനങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ പ്രാദേശിക സഭയിലെ അംഗമായി തീരുകയാണ്. ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന കുറെ സാദൃശ്യങ്ങളെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സാദൃശ്യങ്ങളെ കണ്ടാലേ ഇന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ ശിരസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണെന്ന് കൊളോസ്യ ലേഖനം 1:18 പറയുന്നു, എഫേസ്യ ലേഖനം 1:21 പറയുന്നു. അതായത് സഭയാകുന്ന ക്രിസ്തുവിന്റെ ഹിതവും കൽപ്പനയും ശരീരമാകുന്ന സഭ പ്രവൃത്തിപഥത്തിലാക്കേണ്ടതുണ്ട്. അതാണ് കൊളോസ്യ ലേഖനം 1:18 പറയുന്നത്. കൂടാതെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ ഈ ബന്ധമായിരിക്കും കാണുക എന്ന് പറഞ്ഞു. കൊരിന്ത്യരുടെ 2-ാം പുസ്തകത്തിൽ ഉടനീളം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ചും 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ് സഭയും കർത്താവും തമ്മിലുള്ളത് എന്ന് പറയുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 19:7-ലും 21:9-ലും സഭയും ക്രിസ്തുവും തമ്മിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണെന്ന് പറയുന്നു. ഈ സഭയാകുന്ന കെട്ടിടത്തിന്റെ മൂലക്കല്ല് നമ്മുടെ കർത്താവാണെന്നും അപ്പസ്തോലന്മാർ ഓരോരുത്തരും ചെറിയ ചെറിയ കല്ലുകളാണ് എന്നും തൊട്ടടുത്ത് വചനത്തിൽ പറയുന്നു. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 4, 5, 6, 7 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവും സഭയും തമ്മിൽ ഉള്ള ബന്ധം അത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ തന്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരാകുന്ന കൊച്ചു കൊച്ചു കല്ലുകളോട് കൂടി ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മത്തായി 16:18 കർത്താവ് പറഞ്ഞ വചനത്തെ ചില ഉയർന്ന അംഗസംഖ്യയുള്ള ജനങ്ങളുള്ള ചർച്ചിന്റെ അധികാരികൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഇവിടെ അത് സ്മർത്തവ്യമാണ്. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ പള്ളിയെ ഞാൻ പണിയും എന്ന് കർത്താവ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു പാപ്പാ മതം. അപ്പൊ ആദ്യത്തെ പത്രോസ് ഞങ്ങളുടെ ചർച്ചിലെ പാപ്പായാണെന്നും തുടർന്ന് വരുന്നവരെല്ലാം അങ്ങനെ പാപ്പാമാരെല്ലാം പത്രോസിന്റെ പിൻഗാമികളാണെന്നും അവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് ജനകോടികൾ തെറ്റിദ്ധരിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ വചനത്തെ മാറ്റിമറിക്കുകയാണ്. പത്രോസേ നീ പാറയാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉപയോഗിച്ച പാറയാണ് എന്ന മലയാള വാക്കിന്റെ ഗ്രീക്ക് വാക്ക് യു ആർ പെട്രോസ് എന്നാണ്. പെട്രോസ് പെട്രോസ് എന്ന ഗ്രീക്ക് വാക്കിന് ചെറിയ പാറക്കഷണം എന്നാണ് അർത്ഥം. പത്രോസേ നീ പാറയാണെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു വലിയ പാറയാണെന്ന അർത്ഥമില്ല, ഒരിടത്തുമില്ല. പെട്രോസ് എന്ന വാക്കിന് ചെറിയ പാറ എന്നാണ് അർത്ഥം. ഈ പാറമേൽ എൻ്റെ ചർച്ച് ഞാൻ പണിയും എന്ന് കർത്താവ് തൊട്ടടുത്ത് പറയുമ്പോൾ ഈ പാറ എന്നിടത്ത് ഉപയോഗിക്കുന്നത് പെട്രോസ് എന്ന വാക്കല്ല, പിന്നെയോ പെട്ര എന്ന വാക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ പെട്ര എന്ന വാക്കിന് വൻപാറ എന്നാണ് അർത്ഥം. ഈ പാറമേൽ എന്നിടത്ത് കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് പെട്ര എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം വൻപാറ എന്നാണ്. അപ്പോ രണ്ടും കൂടി ചേർത്ത് വിജ്ഞാന കൊതുകമുള്ളവർ വായിച്ചാൽ, സത്യാന്വേഷികൾ വായിക്കണം. സാധാരണ കൊന്തയും ചൊല്ലി ദേവാലയത്തിൽ പോയി അച്ഛന്മാര് പറയുന്നത് കേട്ട് കൈവക്കുന്നവർ അല്ല. വിവേകമതികളായ സത്യാന്വേഷികളായ മനുഷ്യർ അന്വേഷിക്കുമ്പോൾ ആ വാക്യത്തിന്റെ തന്നെ അർത്ഥം യഥാർത്ഥത്തിൽ
ക്രിസ്തുവാകുന്ന വൻ പാറയോട് ചേർത്ത് അപ്പസ്തോലന്മാരാകുന്ന ചെറിയ ചെറിയ പാറകഷ്ണങ്ങൾ ചേർത്ത് സഭയാകുന്ന വലിയ സൗധം മാളിക പണിയാമെന്നാണ്. സഭയെ ഇനിയും സ്വീകരിക്കുമ്പോൾ മുന്തിരി വള്ളികളോടും കൊമ്പുകളോടും സഭയെ ഉപമിച്ചിരിക്കുന്നത് യോഹന്നാൻ 15:5 നമ്മൾ കാണുവാൻ സാധിക്കും. അവിടെ പിതാവായി ദൈവത്തെ തോട്ടക്കാരനായും പുത്രനായ ക്രിസ്തുവിനെ മുന്തിരിവള്ളിയായും വിശ്വാസികളെ ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളായും യോഹന്നാൻ 15 5 മുതലുള്ള വാക്യങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വിശ്വാസികളായ നാം ഓരോരുത്തരും ആത്മീയ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് എന്ന് ഈ ഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നും കേൾക്കുന്ന കാര്യങ്ങളല്ല. വാട്ട് ഈസ് ചർച്ച് എന്ന് പറയുകയാണ്. ക്രിസ്തു തലയായിട്ടുള്ള ഒരു മഹാസൗധമാണ് സഭ എന്ന് പറയുന്നത്. അവിടെ മറിയമോ അച്ഛനോ സഭയുടെ തലയല്ല എന്നത് നമ്മൾ തിരിച്ചറിയുകയാണ്. റോമിലിരിക്കുന്ന പാപ്പയോ അലക്സാണ്ട്രിയയിലിരിക്കുന്ന മറ്റൊരു വന്യൻ എന്ന് കരുതുന്ന ആളോ കേരളത്തിലിരിക്കുന്ന ഒരു ക്രിസോസ്തോമോ അങ്ങനെ ആരുമല്ല സഭയുടെ തലവൻ എന്ന സത്യവചനം തിരിച്ചറിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ വലിയ മഹത്വത്തെ ഉള്ളിൽ ഏറ്റുപറയുകയാണ്. ഈ സത്യത്തിലേക്ക് വരാതെ നമ്മൾ കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്നതിൽ കാര്യമായ അർത്ഥമില്ല. എബ്രായ ലേഖനത്തിലേക്ക് ചെല്ലുമ്പോൾ 7-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെയാണ് പുരോഹിതനും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 പത്രോസ് 2:9 യഥാർത്ഥ വിശ്വാസികളാണ് രാജകീയ പുരോഹിത ഗണം എന്ന് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച വിശ്വാസികളാണ് രാജകീയ പുരോഹിത ഗണമെന്ന് 1 പത്രോസ് 2:9 മഹാപുരോഹിതനും പുരോഹിതനും ക്രിസ്തു തന്നെയാണെന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലും 26-ാം വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങൾ ഓർക്കും, ഇപ്പൊ ഞാനാണെങ്കിൽ അൽഫോൻസ എന്ന് പറയുന്ന പുണ്യവതി എന്ന് ഈ അടുത്ത നാളിൽ പാപ്പ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ സ്ത്രീ ജനിച്ച മുട്ടുചിറ എന്ന സ്ഥലത്തെ ഒരു ഇടവകക്കാരനായി കുറച്ചു നാൾ മുമ്പുണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി പിന്നെയും കുടമാളൂർ എന്ന സ്ഥലത്ത് പോയി ബാല്യം കഴിഞ്ഞ് കൗമാരം യൗവനമൊക്കെ ആയിരുന്ന കാലത്ത് കോൺവെന്റിൽ ചേർന്നു. ഈ സ്ത്രീ ശരിക്കും നൺ സിസ്റ്ററായി. അവർക്കൊരു മാനസിക രോഗമുണ്ടായിരുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാര രോഗവും ഉണ്ടായിരുന്നു. അങ്ങനെ അപസ്മാര വന്ന് അവർ ബന്ധുജനങ്ങളുടെ സഹായത്തിലൂടെ മരുന്ന് വാങ്ങിക്കുവാൻ പോയിരുന്ന കൊച്ചിയിലെ ഒരു ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ ഈ അടുത്ത നാളിൽ കൊച്ചിയിലുള്ള എൻ്റെ ഒരു ക്രൂസൈഡിൽ വന്ന് ഈയിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എല്ലാ ആഴ്ചയിലും വന്ന് അവർ മരുന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നു എന്ന്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഒരു മഹാരോഗിയായിരുന്ന അപസ്മാര ബാധയുള്ള വ്യക്തിയെ പുണ്യവാനും പുണ്യവതിയായിട്ട് പ്രഖ്യാപിക്കുന്നിടത്തോളം വിവരക്കേടുകൾ ആ മതത്തിൽ ഇപ്പോഴും തുടരുകയാണ്. മറിയമാണെങ്കിൽ ഫാത്തിമയിലും ലൂർദിലും ഗരബന്താളിലും പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് ആ മതത്തിന് പറയുവാൻ വിഷമമില്ലാത്തത്, എന്തു പറഞ്ഞാലും പറയുന്നത് വിട്ടുവിഴുങ്ങുന്ന 100-110 കോടി ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് 3 കൊച്ചു കുട്ടികൾക്കാണ്. ആ കുട്ടികൾ കൊച്ചു കുട്ടികളാണ്. എന്തുകൊണ്ട് മറിയത്തിന് ഒരു യുവാവിൻ്റെയോ യുവതിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടുകൂടാ? അവർക്ക് വിവേകമുണ്ട്, കൃപകളുണ്ട്, അവർക്ക് തലച്ചോറുണ്ട്. ഈ പ്രത്യക്ഷപ്പെട്ടു വരുന്നത് സാത്താനാണ് എന്ന് മനസ്സിലാകും യുവാവിനും യുവതിക്കും. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ അടുത്ത നാളിൽ ഒരു 7 വർഷം മുമ്പ് ഒരു എളിയ ശുശ്രൂഷയ്ക്ക് ഇതുപോലെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോഴാണ് തലയോലപ്പറമ്പ് പള്ളിയിൽ ക്രിസ്തുവിൻ്റെ വയറിൻ്റെ ഒടുവിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അങ്ങനെ ബിംബങ്ങളുണ്ടല്ലോ, ആ ഒടുവിൽ മറിയം പ്രത്യക്ഷപ്പെട്ടു തലയോലപ്പറമ്പ് പള്ളിയിൽ എന്ന് TV യിലൊക്കെ
എഴുതി കാണിക്കുകയോ, ഗുണ്ടാത്തലവൻ ഓംപ്രകാശിന്റെ കാര്യം കാര്യമായിട്ട് എഴുതുന്ന പോലെ ഈ കാര്യവും എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ ഈ പാപ്പച്ചൻ പാസ്റ്ററെ പോലെയുള്ള അവിടെ കൺവെൻഷൻ നടത്തുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ദിവസം നേരത്തെ ഞാൻ പൊക്കോട്ടെ. ഞാൻ 7 വർഷക്കാലം പാരൽ കോളേജിൽ പഠിപ്പിച്ചതാണ് തലയിലപ്പറമ്പിൽ. എനിക്ക് ഈ മറിയത്തെ ഒന്ന് ചവിട്ടി പുറത്താക്കേണ്ടതുണ്ട്. ഒരു ദിവസം നേരത്തെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ തലയിലപ്പറമ്പിലെത്തി. അപ്പോൾ എൻ്റെ തന്നെ ഫോർമൽ സ്റ്റുഡൻസ്, കുട്ടികളുമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വലിയ ജനക്കൂട്ടമാണ്. പാർക്കിംഗ് ഏരിയ ഇല്ലെങ്കിലും തലയിലപ്പറമ്പ് എന്ന പഞ്ചായത്ത് മുഴുവനും പാർക്കിംഗ് ഏരിയ ആയി മാറിപ്പോയി. അതുപോലെ മറിയത്തെ ബഹുമാനിക്കുവാൻ ജനങ്ങൾ വന്നിരിക്കുകയാണ്. ചെമ്പോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമാണ് സ്തോത്രകാഴ്ച സ്വീകരിക്കാനുള്ള മുഴുത്ത പാത്രം. മണർകാട് പള്ളിയുടെ വാതുക്കൽ റോഡരികിൽ ഒരു വലിയ ചെമ്പാണ് വെച്ചിരിക്കുന്നത്. അവിടെ അതിനേക്കാളും വലിയ ഒരു 2-3 വിരിപ്പ് വിരിച്ചിരിക്കുകയാണ് സ്തോത്രകാഴ്ചകൾ സ്വീകരിക്കുവാൻ. ഞാൻ ചെന്നു, നിറച്ചും ആളാണ്. എങ്ങനെ ഞാൻ നോക്കി, ശരിയാ, ക്രിസ്തുവിന്റെ ക്രൂശ് രൂപത്തിന്റെ വയറിന്റെ ഒടുവിൽ മറിയത്തിന്റെ ചിത്രമുണ്ട്. മനോഹരമായിട്ട് ആരോ വരച്ചു വെച്ചതാണ്. ഞാൻ ചെന്നപ്പോൾ എന്നോട് എൻ്റെ നേരത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നന്നായിട്ട് പഠിച്ചിരുന്ന 2 കുട്ടികൾ, അവരൊരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ പറഞ്ഞു, സാറൊക്കെ ഈ പ്രസംഗിച്ചു കൂട്ടുന്ന എന്താണ്? കണ്ടില്ലേ മറിയം, അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്. അവൾ ഇവിടെ യേശുവിൻ്റെ ചിത്രത്തിനകത്ത് ഇതാ വന്നിരിക്കുന്നു. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മതാന്ധത അവരെ ബാധിച്ചിരിക്കുകയാണ്. ഞാൻ സൂത്രത്തിൽ ചെന്നു. കന്യാസ്ത്രീകൾ നിന്ന് ഉറക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് റാപ്രാസം വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സൂത്രത്തിൽ ഞാൻ മൈക്ക് തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് ഞാൻ അച്ഛന്മാർ പറയുന്ന പോലെ പറഞ്ഞു, എല്ലാവരും ക്രിസ്തുവിന്റെ ക്രൂശ് രൂപത്തിലേക്ക് കൈകൾ നീട്ടി. ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിച്ചു. ഞാൻ വളരെ വേഗം ഇങ്ങനെ പറഞ്ഞു, സാത്താനെ, നിന്റെ വേല കിഴുവയിച്ചിരുന്നാൽ മതി. ഒരു വിശ്വാസി ഈ പള്ളിക്കകത്തുണ്ടെങ്കിൽ നിനക്കിവിടെ നിലനിൽക്കാൻ പറ്റുകയില്ല. കടക്കടാ പുറത്ത്, വേഗം കടക്കാൻ. ഇങ്ങനെ ഞാൻ പറഞ്ഞു. അത് പലരും ഏറ്റു പറയേണ്ടി വന്നു. തിരിച്ചറിഞ്ഞില്ല, അച്ഛന്മാരായിരിക്കും ഇത് പറയുന്നതെന്നാണ് അവരൊക്കെ വിചാരിച്ചത്. ഈ പറച്ചിലിന് ശേഷം മറിയത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വയറിൻ്റെ ഒടുവിൽ ആ ചിത്രമില്ല. എല്ലാവരും നോക്കി, ആർക്കും ആ ചിത്രം കാണാൻ പറ്റിയില്ല. മുഖത്തോട് മുഖം എല്ലാവരും നോക്കി. ചില പ്രമുഖരായ പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഫോൺ വിളിച്ചു തെരുതെരെ മെത്രാസന മന്ദിരങ്ങളിലേക്ക്. പിറ്റേ ദിവസം പത്രത്തിലും ബന്ധപ്പെട്ട എല്ലായിടത്തും രേഖകളെത്തി, ഇനി ഈ തീർത്ഥാടന കേന്ദ്രം അടച്ചിട്ടേക്കാൻ. പ്രിയരെ, എന്തുമാത്രം തട്ടിപ്പാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. കൊട്ടാരക്കരയ്ക്കടുത്ത് ചിരട്ടക്കോണം എന്ന സ്ഥലത്ത് കുർബാന അപ്പത്തിൽ ക്രിസ്തുവിന്റെ രൂപം വന്നു എന്നത് നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ ജന്മം തന്നെയും ഇത്തരം മതാന്ധതകളെ പൊളിക്കുന്നതായതുകൊണ്ട് ഞാനും അന്ന് ഒരിക്കൽ അവിടെ എത്തി. എന്നാൽ ഞാൻ ചെന്നതിന് ശേഷം ഇന്നുവരെയും ആ ചിത്രം ആ കുർബാനയപ്പത്തിൽ ഇല്ലാതെ വരികയും പിന്നീട് അവരാ കലാപരിപാടി നിർത്തുകയും ചെയ്തു. 2 കൊല്ലമായില്ല, 1.5 കൊല്ലമേ ആയുള്ളൂ എരുമേലിയിൽ ആ സംഭവം ഉണ്ടായിട്ട്. മറിയത്തിന്റെ ഒരു ചിത്രത്തിനകത്ത് നിന്ന് കണ്ണിലൂടെ രക്തമൊഴുകുന്നു. ഇതാണ് അവിടെ നടന്ന വിശേഷം. ഞാൻ ചെന്ന് ഒരു വീടിന്റെ ഭിത്തിയോട് ചേർന്നാണ് ഈ രൂപം ഇരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണിലൂടെ ചുവന്ന രക്തം ഒഴുകിച്ചാടുന്നു. ആരും കണ്ട വിശ്വസിച്ചു പോകും. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, എന്താണ് ഇതിൻ്റെ തട്ടിപ്പ്? മറുവശത്ത് കുറച്ച് ആളുകൾ ഇരിക്കുന്നു. ചുവന്ന ചായം കലക്കി വെച്ചിരിക്കുന്നു. ഒരു ചെറിയ സിറിഞ്ചിലൂടെയും വയറിലൂടെയും മറിയത്തിന്റെ രൂപത്തിന് 2 കണ്ണിലേക്കും ഈ സംവിധാനമാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നു അവന്മാരെ പൊക്കി. പിന്നീട് അത്തരം രക്തക്കണ്ണുനീരൊഴുക്കുന്ന മറിയം അവിടെ ഇല്ലാതെയായി. ഇത് കത്തോലിക്ക സഭയിലെ വ്യാജമായ കാര്യം. നിങ്ങൾ ചിലരേ കത്തോലിക്കലുള്ളൂ. നിങ്ങൾ വേറെ ചിലർ ഒരുപക്ഷെ
ഓർത്തഡോക്സുകാരും ജാക്കോബേറ്റുകാരുമാണ്. ഒന്നിനെക്കുറിച്ചും വ്യക്തികളെ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പ്രിയരെ, AD 1600 വരെ എന്തെല്ലാമാണ് ആ പ്രാചീന മതത്തിൽ നടന്നത്. AD 1600 വരെ ആദ്യകാലത്ത് ഡയോക്ലേഷ്യൻ എന്നും ഡയോമീഷ്യൻ എന്നും പേരുള്ള 2 ദുഷ്ടന്മാരായ രാജാക്കന്മാര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ വകവരുത്തിയിരുന്നു. ക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട, യഹോവയോട് പ്രാർത്ഥിച്ചോളൂ, യാതൊരു ഒബ്ജക്ഷനുമില്ല. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലെല്ലാം ഡയോമീഷ്യൻ ചക്രവർത്തിയും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയും പട്ടാളക്കാരെ അയച്ച് പാവപ്പെട്ടവരെ കൊന്നുകൊണ്ടേയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് സംബന്ധിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പട്ടാളക്കാരെ ഉള്ളൂ. ഒത്തിരി പട്ടാളക്കാരുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു. പിശാച് സൂത്രശാലിയാണ്. അവൻ പട്ടാളക്കാരുടെ ദേഹത്ത് കുരിശിന്റെ ആകൃതിയുള്ള വസ്ത്രങ്ങൾ കള്ള ദർശനത്തിൽ കോൺസ്റ്റന്റൈന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അങ്ങനെയുള്ള പട്ടാളക്കാരുടെ ഉടുപ്പുകൾ നിർമ്മിച്ചു. ഈ ഉടുപ്പുകൾ ഇട്ട പട്ടാളം യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അവർ ജയിച്ചു. അതോടുകൂടി കോൺസ്റ്റന്റൈൻ അന്നത്തെ ഭക്തജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി. ചിലരെ പിടിച്ച് അച്ഛന്മാരാക്കി, വേറെ ചിലരെ പിടിച്ച് ബിഷപ്പുമാരാക്കി. അതിലേറ്റവും വലിയവനെ പിടിച്ച് പത്രോസിന് പകരക്കാരൻ എന്ന വ്യാജേന പിന്നെ പാപ്പായാക്കി. താമസിയാതെ സെമീറാമിസ് ദേവതയെയും നിനസ് ദേവനെയും കൂട്ടിക്കൊണ്ട് പേഗൻ മതത്തിൽ നിന്ന് വന്നു. അദ്ദേഹം പേഗൻ മതവിശ്വാസിയായിരുന്നു. ദൂരെ നിന്നും വന്നത് സെമീറാമിസ് ദേവനെയും നിനസ് ദേവതയെയും നിനസ് ദേവനെയും കൂട്ടിക്കൊണ്ടാണ്. ഇവിടെ വന്നപ്പോൾ പാപ്പായും കൂട്ടരും പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയല്ല, വേണമെങ്കിൽ മറിയത്തെയും ഉണ്ണി യേശുവിനെയും സ്വീകരിക്കാം. ഇങ്ങനെ ബിംബാരാധന, പ്രിയപ്പെട്ടവരെ, ആ വ്യാജ അവസ്ഥയിൽ പ്രസ്തുത മതത്തിൽ വരികയാണ്. താമസിയാതെ ഗാഗുൽത്താമലയിൽ പിടഞ്ഞു മരിച്ച, തകർക്കപ്പെട്ട ക്രിസ്തുവിനാൽ പാപമോചനം നേടിയ സഭയുടെ മക്കൾക്ക് വെടിയും പടക്കവും ബഹളം വെക്കുകയും ചെയ്യുന്ന ഒരു രാജോചിത മതമായി ആ ആദിമ കാലഘട്ടത്തിലെ സഭയെ കോൺസ്റ്റന്റൈനും കൂട്ടുകാരും കൂടി ചിത്രീകരിച്ചു. ക്രിസ്തു മതം ഒരു രാജകീയ മതമായിട്ട് മാറ്റി. ഗോൽഗോഥ മലയ്ക്ക് പ്രസക്തി കുറഞ്ഞു. ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തത്തിന് പ്രസക്തി കുറഞ്ഞു. അച്ഛന്മാര് അവർക്ക് സ്ഥാനമാനങ്ങളായി, ബിഷപ്പുമാര് അവർക്ക് കൂടുതൽ പ്രാധാന്യമായി, ജനം വേദപുസ്തകം വായിക്കാത്തവരായി. AD 1229 വേദപുസ്തകം ആരും വായിക്കാൻ പാടില്ല എന്ന് അന്നത്തെ പാപ്പ ഓർഡർ ഇട്ടു. AD 1600 പാപമോചന ചീട്ട് വിതറപ്പെട്ടു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ തുടർച്ചയായ ആ ചർച്ചിൽ ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ പശ്ചാത്തലത്തിലെല്ലാം പാപമോചന ചീട്ടുകൾ വാരി വിതറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏത് പാപവും ചെയ്യാം, ചെയ്താൽ പള്ളിക്ക് ഇത്ര രൂപ കൊടുത്താൽ മതി, പാപം മോചിച്ച് മെത്രാന്മാരും അച്ഛന്മാരും തരും എന്ന ചീട്ട് വിതരണം ചെയ്തു. ഇതോടുകൂടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രൊട്ടസ്റ്റന്റ് മതത്തെ ഉണ്ടാക്കത്തക്ക വണ്ണം മാർട്ടിൻ ലൂതറിന്റെ ഉള്ളിൽ പെരുമാറി. വിറ്റൻബർഗ് പള്ളിയിലെ പ്രിയപ്പെട്ട വികാരിയച്ഛനായിരുന്ന അദ്ദേഹം ദൈവരാജ്യത്തെ ഇപ്രകാരം അവമാനിക്കുന്നതിന് എതിരെ റോമാലേഖനം മുഴുവനും വായിച്ചു പഠിച്ച് 60-70 തത്വങ്ങൾ പള്ളിയുടെ ഭിത്തിയിലെല്ലാം എഴുതി ഒട്ടിക്കുന്നതോട് കൂടി മതം രണ്ടാവുകയും സത്യത്തിലേക്ക് ചെരിഞ്ഞവരുടെ എണ്ണം വളരുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും നീയും കാണുന്ന ഈ ഓർത്തഡോക്സ് ജാക്കോബേറ്റ് സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത്. അതിനു മുമ്പ് കേരളത്തിലേക്ക് ആ വ്യാജ റോമൻ കത്തോലിക്ക മതം വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണുകയില്ല. ചരിത്ര വിദ്യാർത്ഥികൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. വൈക്കത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഉദയംപേരൂർ എന്ന സ്ഥലത്ത് പണ്ട് കത്തോലിക്ക സഭ ഒരു സൂനകദോസ് കൂടി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സർ CP രാമസ്വാമി അയ്യർ ഉൾപ്പെടെ
നിരവധിയായ ദുർഭരണം നടത്തുന്ന ഗവർണർമാർ കേരളത്തിൽ മാറി ഭരണം നടത്തിയിരുന്ന കാലത്ത് റോമിൽ നിന്നും ചില കൽപ്പനകൾ കൊണ്ടുവന്ന് ആ കൽപ്പനകളെ എല്ലായിടത്തും വിതറി ഈ ഇരിക്കുന്ന പാസ്റ്റർമാരെ പോലെയുള്ള ആളുകൾ എവിടെ വചനം പ്രസംഗിക്കുന്നു അവരെയെല്ലാം ബൈ ഓർഡർ ഈ പള്ളിയിൽ തടുത്തുകൂട്ടി. ദൈവത്തിന്റെ വചനം പറയുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും 10,000 ആളുകളെ ഉദയംപേരൂർ സൂനകദോസ് എന്ന് പറയുന്ന സംഭവം നടന്ന ചർച്ചിൽ കൂട്ടി. എന്നിട്ട് പട്ടാളക്കാരെ ചുറ്റും നിർത്തി ബുക്കിൽ ഒപ്പിടിച്ചു. അച്ഛന്മാരായി തുടർന്നോളാം, റോമൻ കത്തോലിക്ക സഭയിൽ അംഗത്വം എടുത്തോളാം, ഭാര്യയെ ഉപേക്ഷിച്ചോളാം, മക്കളെ ഉപേക്ഷിച്ചോളാം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കൊല്ലും. അതുകൊണ്ട് പാവം പാസ്റ്റർമാര് ആ കടലാസിൽ ഒപ്പിട്ടു. ഇങ്ങനെയാണ് കത്തോലിക്ക സഭ എന്ന സാധനം കേരളത്തിൽ ഉണ്ടായത്. ബൈ ഓർഡർ കുന്തമുനകളിലാണ്. ആ കാലഘട്ടത്തിൽ മട്ടാഞ്ചേരി എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഒരു പള്ളിയിൽ 10,000-25,000 ആളുകൾ കൂടുമായിരുന്നു. അവർക്ക് ഈ തട്ടിപ്പ് മനസ്സിലായി. അവരെല്ലാവരും ഒന്നിച്ച് അന്നുണ്ടായിരുന്ന മൽപ്പാന്മാരുടെ നേതൃത്വത്തിൽ സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഈ വ്യാജ പോപ്പ് സഭയിൽ ഞങ്ങൾ ഇനി പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. അവർ ആ പള്ളിയുടെ മുറ്റത്തുള്ള കുരിശിന്റെ മുകളിൽ ഒരു വടം വലിച്ചെറിഞ്ഞ് വടത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശപഥം ചെയ്തു, ആ ചന്ദ്രതാരം നക്ഷത്രങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഇനി വ്യാജ പോപ്പ് സഭയോട് ബന്ധപ്പെടുകയില്ല എന്ന്. അപ്പോൾ ആ കുരിശ് എല്ലാവരും കൂടി വലിച്ചപ്പോൾ അല്പം ചെരിഞ്ഞത് കൊണ്ടായിരിക്കാം ഈ സംഭവത്തെ കൂനം കുരിശ് സത്യം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് കേരളത്തിൽ പ്രൊട്ടസ്റ്റന്റ് മതവും കത്തോലിക്ക മതവും ഒക്കെ ഉണ്ടായത്. അന്നു മുതൽ ബിംബങ്ങളെ ആരാധിക്കുവാൻ, പുരോഹിതന്മാരെ ബഹുമാനിക്കുവാൻ, ഇതിനൊക്കെ വേണ്ടി ജീവിതം മുഴുവനും ആ മതങ്ങൾ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റ് മതത്തിന്റെ ആരംഭത്തിൽ നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും ബിംബാരാധനയിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോഴാണ്, പ്രിയമുള്ളവരെ, അതിൽ നിന്നും വേറെ ചില മതങ്ങൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാവുന്ന വിധത്തിൽ മർത്തോമ സഭയും CSI സഭയും എല്ലാം ഉണ്ടായത്. പക്ഷേ അവരും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരും പുരോഹിതന്മാരോടും മഹാപുരോഹിതന്മാരോട് ചേർന്ന് അങ്ങനെ സ്വർഗരാജ്യം കിട്ടൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടും അവരുടേതായ രീതിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് പുരോഹിതന്മാരോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവരാജ്യം കിട്ടുകയില്ല എന്നൊരു സങ്കല്പത്തിലാണ് ഇവരെല്ലാവരും. എന്റെ പ്രിയരെ, ഇവിടെയാണ് വിശ്വാസികൾക്ക് തെറ്റു സംഭവിക്കുന്നത്. അതായത് ലേവ്യ പൗരോഹിത്യം മുഴുവനും അപൂർണമായതുകൊണ്ട് ലേവ്യ അഹറോന്യ പൗരോഹിത്യം ക്രിസ്തുവേശു പിതാവായ ദൈവം ക്യാൻസൽ ചെയ്ത കാര്യം മർത്തോമ സഭയിലോ CSI സഭയിലോ ലൂതറൻ സഭയിലോ കത്തോലിക്ക സഭയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സഭകളിൽ പുരോഹിതന്മാർ അർപ്പിക്കുന്ന ബലിയോടും കുർബാനയോടും ചേർന്ന് അതാണ് സത്യമെന്ന് കരുതി പോകുന്നവർ ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ ഉടമയായി ക്രിസ്തു പൗരോഹിത്യത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വിശുദ്ധിയോട് കൂടി ജീവിക്കാൻ തുടങ്ങി എന്ന കാര്യം പലപ്പോഴും പലരും വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട് അറിയുന്നില്ല. ഞാനും എൻ്റെ 40 വയസ്സ് വരെ ബിഷപ്പിനെ കാണുമ്പോൾ, അച്ഛനെ കാണുമ്പോൾ വിചാരിച്ചിരുന്നു, എന്നുമാത്രം കൊല്ലം വേദപുസ്തകം പഠിക്കുന്നവരാണ്. 10 കൊല്ലവും 15 കൊല്ലവും 8 കൊല്ലവുമൊക്കെ ഇവർ സെമിനാരിയിൽ പഠിക്കുന്നു, ഇവർ ബലിയർപ്പിക്കുന്നു, ഇത് കറക്റ്റ് അല്ലേ എന്ന്. എന്നാൽ പിന്നീടാണ് വേദപുസ്തകം പഠിച്ചത്. അപ്പോൾ ക്രിസ്തുവിന്റെ വ്യക്തിമാഹാത്മ്യത്തിന്റെ പൗരോഹിത്യം എങ്ങനെയാണെന്ന് വേദപുസ്തകത്തിലുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 26, 27, 28 വാക്യങ്ങളിൽ എത്തുമ്പോൾ പുരോഹിതൻ പവിത്രനായിരിക്കണം, അവൻ നിർദോഷനായിരിക്കണം, അവൻ നിർമ്മലനായിരിക്കണം, അവൻ പാപികളോട് വേറുപെട്ടവനായിരിക്കണം, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കണം എന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 26, 27, 28 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കണം പുരോഹിതൻ എന്ന് പറയുമ്പോൾ മർത്തോമ സഭയിലോ CSI സഭയിലോ കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ ആർക്കെങ്കിലും ഒരു അച്ഛൻ ഇങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പുരോഹിതൻ സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കണം. ഒരു പുരോഹിതൻ
പാപികളോട് വേറുപെട്ടവനായിരിക്കണം. അവൻ നിർമ്മലനായിരിക്കണം, നിർദോഷനായിരിക്കണം, പവിത്രനായിരിക്കണം. ഇങ്ങനെ ലോകത്തിൽ ഒരാൾക്കേ പറ്റൂ, അത് യേശുവിനെ മാത്രമാണ്. യേശുവിനല്ലാണ്ട് ഒരാൾക്കും ഈ വ്യക്തിത്വത്തോടു കൂടിയിരിക്കുവാൻ കഴിയുകയില്ല. പവിത്രനും നിർദോഷനും നിർമ്മലനും പാപികളോട് വേർപെട്ടവനുമായി ഒരൊറ്റയാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. പ്രിയരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം നിങ്ങൾ സൗകര്യം പോലെ വായിക്കണം. അവിടെ ശാലോം രാജാവായ മെൽക്കിസേദക്കിനെ നമ്മുടെ കർത്താവായ ദൈവം പുരോഹിതനാക്കി വാഴിക്കുന്ന രംഗം കാണാൻ സാധിക്കും. ഈ മെൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തുവേശുവിനെ മാത്രം പുരോഹിതനാക്കിയ രംഗം വിശുദ്ധ വേദപുസ്തകം ഉടനീളം, പ്രത്യേകിച്ച് എബ്രായ ലേഖനം മുഴുവനും നമുക്ക് കാണുവാൻ സാധിക്കും. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ വിസ്തരിക്കുന്നില്ല. ഞാൻ ഈ പറയുന്നത് പരമസത്യമാണ്. പഴയ നിയമത്തിൽ ലേവായ പൗരോഹിത്യം ഉണ്ടായിരുന്നു. അന്ന് മൃഗങ്ങളുടെ മേൽ മനുഷ്യന്റെയും ഈ പുരോഹിതന്മാരുടെയും പാപങ്ങളെ വെച്ചുകൊണ്ട് ആ മൃഗങ്ങളെ കൊന്നുകൊണ്ട് അതിന്റെ രക്തം കട്ടിളപ്പടികളും മറ്റു പല സ്ഥലത്തും തെളിച്ചുകൊണ്ട് ജനത്തിന്റെ പാപം ക്യാൻസൽ ചെയ്യുന്ന ഒരു ശ്രമം ഉണ്ടായിരുന്നു. കാലം മുന്നോട്ട് പോയി. മറിയത്തിന്റെ ഉദരത്തിൽ ക്രിസ്തുയേശു പിറന്നു. അങ്ങനെ ഏക മധ്യസ്ഥനും ഏക പുരോഹിതനുമായി ക്രിസ്തുയേശു ജനിക്കുന്നതോടുകൂടി ലോകത്തിന്റെ പൗരോഹിത്യം എന്നേക്കുമായിട്ട് പ്രിയപ്പെട്ടവരെ അവസാനിക്കുകയാണ്. മർത്തോമ സഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിൽ പുരോഹിതന് പ്രസക്തിയില്ല, നിലനിൽക്കാൻ കഴിയുകയില്ല. വേദപുസ്തക പ്രകാരം പുരോഹിതനുണ്ട്, അത് ക്രിസ്തുവാണ്. മധ്യസ്ഥനുണ്ട്, അത് ക്രിസ്തുവാണ്. ഈ സത്യങ്ങൾ എല്ലാ ചർച്ചയിലും പെട്ടവർ അറിയാത്തത് എന്തുകൊണ്ടാണ്? വേദപുസ്തകം പഠിക്കുകയില്ല. ഇനി അഥവാ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അതെ പ്രിയരെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യവും 11-ാം വാക്യവും നിങ്ങൾ വായിച്ചു പഠിച്ചാൽ നിങ്ങൾ ഞെട്ടിത്തെറിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം കേട്ടോളും. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗം എന്താണ്? ഗാഗുൽത്താമലയിൽ ആരാണ്? പീലാത്തോസും പാർട്ടിയും യേശുവിനെ അതിനീചമായി കൊന്നു. അങ്ങനെ തന്റെ ശരീരമാകുന്ന യാഗം നടന്നു. എത്ര തവണ? ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടു. അന്ന് ജീവിച്ചവരും ഇന്ന് ജീവിക്കുന്നവരും എന്നും ജീവിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെട്ടു. ഒരൊറ്റ ബലിയാൽ, ഒരൊറ്റ കുർബാനയാൽ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടു. മണ്ടനായ ഞാൻ ഈ വചനം അറിയാത്തത് കൊണ്ട് 40 വയസ്സുവരെ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളി ശനിയും ഞായറും 6:30, 7:30, 8:30 വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഷോർട്ടസ്റ്റ് വാക്കാ വീക്കു വിശുദ്ധ കുർബാന. എല്ലാ ദിവസവും പോവല്ലേ, പള്ളി അടുത്തുള്ളത് കൊണ്ട്. കുട്ടികളായിരുന്നപ്പോഴും വലിയ ആളായപ്പോഴും വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോഴും എല്ലാം വീക്കു അടിക്കാൻ പോവുകയാണ്. അത് നല്ലതാണെന്നും അത് ശരിയാണെന്നും പാപം മോചിക്കാനാണെന്നുമാണ് അമ്മമാരും കാറ്റക്കിസം ടീച്ചേഴ്സും പഠിപ്പിച്ചത്. ഇന്ന് മർത്തോമ സഭയിലും CSI സഭയിലും ഓർത്തഡോക്സ് ജാക്കോബറ്റ് കത്തോലിക്ക പള്ളികളിലുമുള്ള അച്ഛന്മാര് മിക്ക ദിവസങ്ങളിലും കുർബാന അർപ്പണമാണ്. വേദപുസ്തകം എന്തു പറയുന്നു? പാപങ്ങൾ അകറ്റാൻ ഒരു ബലിക്കേ കഴിയൂ. അത് ക്രിസ്തുയേശുവിന്റെ ഗാഗുൽത്താമലയിലെ മരണമാണ്. മറ്റൊരു ബലിക്കും പ്രസക്തിയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അച്ഛന്മാര് എന്നും കുർബാന അർപ്പിക്കുന്ന അച്ഛന്മാരെ കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു കേൾക്കണോ? എബ്രായ ലേഖനം 10:11 കേട്ടോളൂ. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അയ്യയ്യേ, പാപങ്ങൾ അകറ്റാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ എല്ലാ ദിവസവും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളി ശനിയും ഞായറാഴ്ച 3, ശനിയാഴ്ച 4, വെള്ളിയാഴ്ച 5 ഈ വിധത്തിൽ പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ഓരോ ദിവസവും അർപ്പിക്കുന്ന പുരോഹിതനെ തിരുമേനി, മുതുമേനി, വലിയ തിരുമേനി, കൊച്ചു തിരുമേനി, അച്ചോ കിച്ചോ എന്ന് വിളിച്ചുകൊണ്ട് ഒത്തിരി പെണ്ണുങ്ങളും ഇത്തിരി പുരുഷന്മാരും യുവാക്കന്മാരും എല്ലാവരും നടക്കുന്നത് കാണാറുണ്ടോ? ആലോചിക്കേണ്ട കാര്യമാണ്.
പാപങ്ങൾ അകറ്റാൻ ഒരു നാളും കഴിയാത്ത അച്ഛന്മാരുടെ പട്ടത്തെ ശുശ്രൂഷയിൽ ജനകോടികളെ പിശാച് തന്ത്രപരമായി കുടുക്കിയിട്ടിരിക്കുകയാണ്, സൂത്രത്തിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. സാത്താൻ അറിയാം കത്തോലിക്കനെ എങ്ങനെ നരകത്തിൽ കൊണ്ടുപോകാം, പെന്തക്കോസ്തുകാരനെ എങ്ങനെ നരകത്തിൽ കൊണ്ടുപോകാം, മർത്തോമ സഭയിലെ ആളുകളെ എങ്ങനെ നരകത്തിൽ കൊണ്ടുപോകാം. അവൻ അതിനാവശ്യമായ ഭരണപരിഷ്കാരങ്ങൾ കാലാകാലങ്ങളിൽ നടത്തും. എല്ലാ നാട്ടിലും അവൻ പള്ളി പണിയും, എല്ലാ നാട്ടിലും ശവാടക്ക് നടത്തും, എല്ലാ നാട്ടിലും അവൻ പിരിവ് നടത്തും. സൂത്രത്തിൽ അവൻ ജനങ്ങളെ അങ്ങനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. പ്രിയരെ, വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യങ്ങളെ പഠിച്ചുകൊണ്ട് ബൈബിൾ സാക്ഷരതയിലേക്ക് വരുവാൻ നിങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ സാക്ഷരതയിലേക്ക് വരണം, ബൈബിൾ പഠിക്കണം. സെമിനാരിയിൽ പോയാൽ മാത്രമേ ബൈബിൾ പഠിക്കാൻ പറ്റൂ എന്ന വാശിയൊന്നും വേണ്ട. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാസ്റ്ററോട് ചേർന്ന് കാറ്റക്കിസം ക്ലാസ്സിൽ പോയാൽ മതി, ബൈബിൾ ക്ലാസ്സുകൾ എടുത്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബൈബിൾ പഠിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു വലിയ ഇംപ്രിസൺമെന്റിലാണ്, ഒരു വലിയ ജയിലിലാണ്, ആത്മീയ ജയിൽ. കത്തോലിക്കർ ഒരു മുഴുത്ത പൂജപ്പുര ആത്മീയ ജയിലിലാണ്. ബാക്കിയുള്ളവർ ചെറിയ ചെറിയ ആത്മീയ ജയിലിലാണ്. അവിടെ പുരോഹിതൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നും കുർബാന ചൊല്ലിയും കുമ്പസാരിപ്പിച്ചും മറിയത്തെയും അതുപോലുള്ള പല സെന്റ് ജോർജുമാരെ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് നങ്കൂരമടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് ജനം സ്വർഗത്തിൽ പോകാതിരിക്കാൻ ആവശ്യമായത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, പരിമല തിരുമേനിയെയും അൽഫോൻസയെയും ഒക്കെ മധ്യസ്ഥനാക്കുന്നവർക്ക് എന്താണ് പറ്റിപ്പോയതെന്ന് പറയട്ടെ. സ്വർഗത്തിലെ ദൈവത്തിനും ഭൂമിയിലെ മനുഷ്യർക്കും ഇടയിൽ നിൽക്കാൻ കഴിയുന്നവരെയാണ് മധ്യസ്ഥന്മാർ എന്ന് വിളിക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവം ഹോളി ഗോഡ്, അവൻ ഭയങ്കര പരിശുദ്ധി. ഭൂമിയിലെ ജനം, ഞാൻ ഉൾപ്പെടെയുള്ളവർ, അതും ഇതുമൊക്കെ കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും. അപ്പൊ ഇവരെ രണ്ടുപേരെ അടുപ്പിക്കാൻ ആർക്ക് പറ്റും? ഒന്ന്, മനുഷ്യന്റെ രൂപത്തിൽ വന്ന ക്രിസ്തുവിന് പറ്റും. രണ്ട്, ദൈവത്തിന്റെ രൂപത്തിൽ വന്ന ക്രിസ്തുവിന് പറ്റും. ദൈവമായിരിക്കെ മനുഷ്യനാവുകയാണ് ക്രിസ്തു ചെയ്തത്. ദൈവമായിരിക്കെ മനുഷ്യനാവുകയാണ് ചെയ്തതെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:14, 18, 3:16 എല്ലായിടത്തും പറയുന്നു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ ദൈവം തന്നെയായ ക്രിസ്തു എന്ന് ഫിലിപ്പിയുടെ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വചനത്തിൽ പറയുന്നു. ദൈവം തന്നെയായ മനുഷ്യനായി വന്ന ക്രിസ്തു. അങ്ങനെ ദൈവം തന്നെയായ മനുഷ്യനായ ക്രിസ്തുവിന് മാത്രമേ മനുഷ്യർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പറ്റൂ, ദൈവത്തോട് കരയാൻ പറ്റൂ. ജനത്തെ ദൈവത്തോടും ദൈവത്തെ ജനത്തോടും അടുപ്പിക്കുന്ന ജോലി ചെയ്യണമെങ്കിൽ ദൈവത്തിനും പ്രസാദം ചെയ്തവനായിരിക്കണം, ജനത്തിനും പ്രസാദം ചെയ്തവനായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചു ക്രിസ്തു. ദൈവത്തിന്റെ കോപം ജനങ്ങളുടെ മേൽ വരാതിരിക്കാൻ വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി പിടഞ്ഞു മരിച്ചു ക്രിസ്തു. ക്രൂസിൽ ഈ വമ്പിച്ച സംഭവം നടന്നു. ദൈവത്തിന്റെ കോപം പിൻവലിക്കത്തക്കവണ്ണം ദൈവത്തെയും പ്രസാദിപ്പിച്ചു, മനുഷ്യന്റെ പാപം ക്യാൻസൽ ചെയ്യപ്പെടണം, മനുഷ്യനെ രക്ഷിച്ചു. ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മധ്യത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് യാചിക്കാൻ പറ്റുകയുള്ളൂ. പാവം പരിമല തിരുമേനി ആ നാട്ടിലെ കൊള്ളാവുന്ന ഒരു ബിഷപ്പായിരുന്നു എന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെയും ഭൂമിയിലെ മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കാൻ പറ്റുമോ? പാവം അൽഫോൻസാമ്മ ആ മുട്ടുചെറിയ ജനിച്ച് കുടമാളിലൂടെ ചെന്ന് പാലായിക്കടുത്ത് പോയി കന്യാസ്ത്രീയായിട്ട് മരിച്ചു പോയതുകൊണ്ട് സ്വർഗരാജ്യത്തിലെ പരിശുദ്ധനായ ദൈവത്തെയും ജനകോടികളെയും അടുപ്പിക്കാൻ പറ്റുമോ? ഒരു പാവപ്പെട്ടവരെയൊക്കെ രക്ഷിക്കുകയും ഇത്തിരി കഞ്ഞിയും കറിയൊക്കെ കൊടുത്ത് മദർ തെരേസയെക്കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എങ്കിലും അവർക്കുണ്ടോ പരിശുദ്ധനായ ദൈവത്തെയും ജനകോടികളെ ഒന്നിപ്പിക്കാൻ പറ്റൂ? ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശുവാണത്. യേശുവാണത്. 1 തിമോത്തി 2:5 ആ സത്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമമേ ഉള്ളൂ, മധ്യസ്ഥനായി ഒരു നാമമേ ഉള്ളൂ, അത് യേശു തന്നെ എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോ നമ്മുടെ മതങ്ങൾ മുഴുവനും തെറ്റല്ലേ? പരിമലയും സെന്റ് ജോർജ്, ഈ സെന്റ് ജോർജ് എന്ന് പറയുന്ന ആള് ലോകത്തിൽ ഉണ്ടായിട്ട് പോലുമില്ല, ചരിത്രത്തിൽ എങ്ങും അദ്ദേഹത്തെ കുറിച്ചൊരു വാക്ക് പോലുമില്ല. അയാളും ചുമന്നല നടക്കുക, പരിമലയും ചുമന്നല നടക്കുക, എന്ത് കഷ്ടമാണ്. ആളുകൾ നമ്മൾ ഈ തിരുവല്ല ഭാഗത്തൂടെ നടന്നു പോയാൽ ആ പരിമലയിലെ പെരുന്നാളിന്റെ അന്ന് ഇങ്ങനെ ആളുകൾ നടന്ന് ക്യൂവായിട്ട് നടന്നു പോവാ, ഒരു കുരിശുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവർ പോലും ഉണ്ട്. ഭയങ്കര സ്പിരിറ്റാ, പിശാചാണ് ഈ ഭയങ്കരമായ സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മണർകാട് പള്ളിയിൽ വമ്പിച്ച ഉരുളൽ നേർച്ചയാണ്, പിശാചാണ് ഈ ഉരുളൽ നേർച്ച നടത്തുന്നത്. മലബാറിൽ മാഹി എന്ന സ്ഥലത്ത് ഒരു
അമ്മ ത്രേസ്യ എന്ന് പറയുന്ന ഒരു പുണ്യവതിയുടെ നാട്ടിൽ ഭയങ്കര ഉരുളൻ നേർച്ചയാണ്. പിശാചാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. മനുഷ്യനെ ലജ്ജിപ്പിച്ചുകൊണ്ട് ശയനപ്രദക്ഷിണം നടത്തുന്ന സാത്താന്റെ തട്ടിപ്പുകൾ ലോകമതങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ യേശു പറയുന്നു, ഞാനാണ് ഏക രക്ഷകൻ, ഞാനാണ് ഏക പുരോഹിതൻ, ഞാനാണ് ഏക മധ്യസ്ഥൻ. എന്റെ മരണം നിന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിൽ ഉണ്ണാനും ഉടുക്കാനും അനുവദിക്കപ്പെട്ട എന്റെ സ്വന്തം മണവാട്ടിയായ നീയും അങ്ങോട്ട് കടന്നു വരാൻ ക്ഷണിക്കപ്പെടാതെ വിറച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുക്കുവാനും കർത്തൃമേശ എടുക്കുവാനും മടിക്കുന്ന നീയും തമ്മിൽ എന്തൊരു അന്തരം എന്നാണ് പ്രിയരെ യേശു പറയുന്നത്. ഇവിടെ എന്നെ ശ്രവിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ പുരോഹിതനെ വേദപുസ്തകം അനുസരിച്ചുള്ളൂ, യേശുവാണത്. ഒറ്റ മധ്യസ്ഥനെ വേദപുസ്തകം അനുസരിച്ചുള്ളൂ, യേശുവാണ്. ഒറ്റ കുർബാനയെ വേദപുസ്തകം അനുസരിച്ചുള്ളൂ, ഗോൽഗോഥായിലെ അന്നത്തെ കുർബാനയാണ്. പാപമോചനം കൊടുക്കുവാൻ ഒരാളുടെ രക്തത്തിനെ കഴിയൂ. 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തത്തിന് മാത്രമേ പാപമോചനം കൊടുക്കാൻ കഴിയൂ. എഫേസ്യ ലേഖനം 1:7 യേശുവിന്റെ രക്തത്തിന് മാത്രമേ പാപമോചനം കൊടുക്കാൻ കഴിയൂ. റോമാലേഖനം 5:8 യേശുവിന്റെ രക്തത്തിന് മാത്രമേ പാപമോചനം കൊടുക്കാൻ സാധിക്കുള്ളൂ. 1 പത്രോസ് 2:24 യേശുവിന്റെ രക്തത്തിന് മാത്രമേ, അവന്റെ അടിപ്പിണരുകൾക്ക് മാത്രമേ പാപമോചനം കൊടുക്കാൻ കഴിയൂ. ഇതാണ് സത്യമെന്നിരിക്കെ എന്റെയും നിന്റെയും തലച്ചോറ് പണയപ്പെടുത്തരുതേ. അല്ലയോ പ്രിയപ്പെട്ട പുരുഷ, നിന്റെ ആത്മീയ വ്യക്തിത്വം അടിച്ചു പൊളിച്ച ശവാടക്കിന് വേണ്ടിയും അപ്പം കിടക്കുന്ന കുഴിയിൽ നിനക്കും കിടക്കാൻ വേണ്ടിയും ഭയങ്കരമായ കല്യാണ സദ്യയിൽ നിനക്ക് ബിരിയാണി അടിക്കാൻ വേണ്ടിയും നീ ദൈവത്തിന്റെ സ്വത്വാത്മകതയെ പണയപ്പെടുത്തരുത്. ദൈവരാജ്യത്തിന് വേണ്ടി വേർപെടുത്തപ്പെട്ട ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട അല്ലയോ യുവതി, നീ പഠിച്ചവളാണ്, നീ നേഴ്സാണ്, നീ പലതുമാണ്. നിന്റെ ആത്മീയ വ്യക്തിത്വം നീ പണയപ്പെടുത്തുമോ? നീ പണയപ്പെടുത്താൻ പാടില്ല. മാർ തോമയായാലും CSI ആയാലും കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്ന സാധനമായാലും ഓർത്തഡോക്സ് ആയാലും ചാക്കോബായി ആയാലും നിന്റെ പുരോഹിതൻ ക്രിസ്തു അല്ലാത്തതിനാൽ നീ ആ സഭയെ ഉപേക്ഷിച്ചേ പറ്റൂ. നിന്റെ മധ്യസ്ഥൻ ക്രിസ്തു അല്ലാത്തതിനാൽ നീ ആ സഭയെ ഉപേക്ഷിച്ചു വെച്ചു. നിന്റെ കുർബാന എന്ന് പറയുന്നത് ഗാഗുൽത്താമലിയിലെ കുർബാന അല്ലാത്തത് കൊണ്ട് നീ ആ സാധനങ്ങൾ ഉപേക്ഷിച്ചു വെച്ചു. നീ തെളിക്കൽ സ്നാനത്തിന്റെ മണ്ഡലത്തിൽ അവഹേളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, നിന്റെ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് യോജിക്കപ്പെടാൻ വേണ്ടി നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച് ആത്മാവിലും സത്യത്തിലും യോഹന്നാൻ 4:24 പറയുന്ന പോലെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമൂർത്തനായ മനുഷ്യനായി തീരുവാൻ ഇന്ന് തീരുമാനമെടുക്കണം. ഇപ്പോൾ തീരുമാനമെടുക്കണം. നാളെ നിനക്ക് ജീവിതമുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഇന്ന് നീ തീരുമാനമെടുക്കണം. ഏറ്റവും യോജിച്ച തീരുമാനമെടുക്കണം. നിന്റെ ആത്മാവ് നിത്യത കാണണം. അതിന് പൗരോഹിത്യ മതത്തിന്റെ വിടംബനങ്ങൾ ഉപേക്ഷിക്കണം. അത്തരം കള്ളക്കുർബാനകൾ ഉപേക്ഷിക്കണം. അത്തരം പുരോഹിതന്മാർക്ക് ഇറച്ചിയും മീനും കൊടുക്കുന്ന പരിപാടി നിർത്തണം. അത്തരം കള്ള ശവാടക്കുകൾക്ക് താല്പര്യമുള്ള വ്യക്തിയാകണ്ട. നിന്റെ ആത്മാവ് സ്വർഗരാജ്യത്തിൽ പോകണം. അതിനുള്ള ആത്മീയ പുരുഷത്വവും സ്ത്രീത്വവും ഉണ്ടാക്കണം. ഷണ്ഡത്വം അവസാനിപ്പിക്കാൻ നമുക്ക്. ഞാൻ എൻ്റെ ഷണ്ഡത്വം 2006 അവസാനിപ്പിച്ചു. അതെ, ആത്മീയ ഷണ്ഡത്വം നമുക്ക് അവസാനിപ്പിച്ച് നമുക്ക് അന്തസ്സായി ജീവിച്ചും മരിച്ചും സ്വർഗത്തിൽ പോകാം. 5 മിനിറ്റ് ശേഷം ഇത് തുടരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രാവശ്യം കൂടി കർത്താവിനെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഇടവരുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, ഇങ്ങനെ ദൈവവചനത്തിനകത്തുള്ള സത്യങ്ങളെ പറയുന്നത് കൊണ്ടും പറയുക എന്നതിനേക്കാൾ ഉപരി ജീവിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ബന്ധപ്പാടുകളും ശത്രുക്കാരും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ കൂടെയുള്ള പാസ്റ്റർമാർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി നമ്മൾ ഒരു സാക്ഷ്യത്തോടു കൂടി ജീവിതം ആരംഭിച്ചാൽ നമ്മുടെ പേരിനോട് ചേർത്ത് കളങ്കപ്പെടുത്തുവാൻ പത്രങ്ങളിലും വെബ്സൈറ്റുകളിലും നമുക്കെതിരെ മോശമായി പലരും പ്രസിദ്ധീകരിക്കും. 1%, 2% ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടും കേട്ടും ആനന്ദിക്കുമെങ്കിലും 98% ആളുകൾ സത്യങ്ങൾ വേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. എൻ്റെ തന്നെയും വെബ്സൈറ്റ്
REV ദേവസ്യ മുല്ലക്കര, റവറൻ ദേവസ്യ മുല്ലക്കര .org എന്നാണ്. ദേവസ്യ മുല്ലക്കര .org എന്ന പേരിൽ പെരുമ്പാവൂരിൽ നിന്നും ഒരു വ്യാജൻ മറ്റൊരു വെബ്സൈറ്റ് എൻ്റെ പേരിൽ ഇറക്കി വിശ്വാസികളുടെ ഇടയിൽ എന്തുമാത്രം കുബുദ്ധികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ അതനുസരിച്ച് എനിക്ക് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ എണ്ണം കൂടുകയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വർദ്ധിക്കുകയാണ്, അനുഗ്രഹങ്ങൾ വല്ലാതെ ഉണരുകയാണ്. ഞാനാകട്ടെ അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യാജമായ ഒരു പത്രവും വ്യാജമായ ഒരു വെബ്സൈറ്റും ചില കള്ളത്തരങ്ങൾ എഴുതി വിട്ടുവെങ്കിലും ദൈവജനം ഓടിക്കൂടുകയും അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കുകയും ചെയ്തു. അത് ഇവിടെ അബുദാബിയിൽ വന്നപ്പോഴും ഇവിടെയും തുടരുന്നു. ലോകമെങ്ങും അങ്ങനെയായിരിക്കും. നിങ്ങളുടെയും പ്രിയപ്പെട്ട പാസ്റ്റർ ഒരുപക്ഷെ ദൈവരാജ്യത്തിനു വേണ്ടി സാക്ഷ്യത്തോട് ജീവിക്കുമ്പോൾ അവർക്കെതിരെയും കുബുദ്ധികളായ വ്യക്തികൾ പെരുമാറുമ്പോൾ നിങ്ങൾ ഈ വ്യക്തികളെ സംരക്ഷിക്കുവാൻ ദൈവത്തോട് പറയുക. ഈ വ്യാജന്മാർക്ക് മാനസാന്തരം കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് വ്യാജന്മാർക്ക് വേണ്ടി മാനസാന്തരം കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വ്യാജ ലേബലിൽ ഇറങ്ങിയിരിക്കുന്ന കള്ള ബന്ധനങ്ങൾക്കെതിരെ എൻ്റെ കർത്താവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂദാസിന്റെ ജോലി അവർ ചെയ്യുമ്പോൾ കർത്താവ് അവരെ തള്ളിക്കളയരുതേ, അവരെ മാനസാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം 3:30 മണിക്ക് ജലസ്നാനമെടുത്ത് ഉറച്ച തീരുമാനമെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി വേർപെടുവാൻ മനോഹരമായ അവസ്ഥയുണ്ടെന്ന് പാപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. ഇത് ഏറ്റവും നല്ലൊരു ചിന്തയാണ്. നിങ്ങൾ അതിന് തയ്യാറാകണം. നിങ്ങളുടെ കുടുംബങ്ങളിലും കേരളത്തിലുമുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങളുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രജയാകുവാൻ സാധിച്ചാൽ നീ മുന്നമേ എൻ്റെ രാജ്യവും നീതിയും തേടുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരാം എന്ന് കർത്താവ് പറഞ്ഞത് മത്തായിയുടെ 6:33 മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും തേടുക, അപ്പോൾ ബാക്കി എല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കും. എന്തെല്ലാം ചേർക്കണമോ അതെല്ലാം കർത്താവ് ചേർക്കും. 1, 2 പ്രാർത്ഥിക്കുന്ന എല്ലാം കർത്താവ് സ്വീകരിക്കും. പ്രാർത്ഥന കേൾക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പ്രാർത്ഥിക്കുന്നതൊക്കെയും അവിടുന്ന് സ്വീകരിക്കും. കോഴിക്കോടിനടുത്ത് വെച്ച് ഞാനും എൻ്റെ പ്രിയപ്പെട്ട 6-7 കൂട്ടുകാരും കൂടി ഒരു വാഹന അപകടത്തിൽപ്പെട്ട സംഭവം. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വണ്ടി ഒരു കൊക്കയിലേക്ക് മറിയാതിരുന്നത് കല്ലിൽ ടയർ ഉടക്കിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറിയുമായിരുന്നു. ഞങ്ങൾ ഒരു വിധത്തിൽ വണ്ടിക്കകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ 7 പേരുണ്ട് ഞങ്ങൾ. എന്താണ് കർത്താവേ, ഞങ്ങൾക്ക് ഇപ്പോൾ അഭയാക്കൊലക്കേസ് എന്ന് കേട്ടല്ലോ. ആ സംഭവം നടന്ന പ്രതികളിൽ ഒരാളായ ജോസച്ചൻ, പ്രതിയാണോ അല്ലയോ എന്ന് കോടതി പറയട്ടെ കേട്ടോ, ജോസച്ചൻ ഈസ്റ്റ് നട്ടാശ്ശേരി പള്ളിയിൽ ഇരിക്കുകയാണ്. ഈസ്റ്റ് നട്ടാശ്ശേരി പള്ളിയിലേക്ക്, കോട്ടയത്താണത്, ഞങ്ങളൊക്കെ ധ്യാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ വണ്ടി അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇറങ്ങിയിട്ട് കർത്താവിനോട് ആലോചന ചോദിച്ചു, കർത്താവ് എന്താണ് വേണ്ടത്, ഇനി എങ്ങനെ ഞങ്ങൾ പോകും? ഇവിടെ ഒരു KSRTC ബസ് നിർത്തുന്ന ഒരു സ്റ്റോപ്പൊന്നും അല്ല. കർത്താവ് പറഞ്ഞു, ഒരു JCB കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രാത്രി 1:30 മണി 2 മണിക്ക് എവിടുന്ന് JCB വരാനാണ് എന്ന് ആലോചിച്ചില്ല, പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു. കർത്താവ് ഒരു JCB തരണമേ. 10-15 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വന്യവയോധികനായ ഒരു JCB ഗർഗര ശബ്ദത്തോടുകൂടി ചുമയോടുകൂടി ദൂരെ നിന്ന് വരികയാണ്. അടുത്ത് വന്നപ്പോൾ ഞാൻ കൈ കാണിച്ചു. എന്താ വേണ്ടേ? ഈ ചെരിഞ്ഞിരിക്കുന്ന എൻ്റെ സുമോ വാൻ ഒന്ന് കരയ്ക്കോട്ട് എടുത്ത് വെച്ച് തരുമോ? ഈ JCB കൊണ്ട് ആ സാധനത്തെ പിടിച്ചാൽ പിടിക്കുന്നിട ഇനി അടന്നു പോരും, നിങ്ങൾക്കറിയത്തില്ലേ? അടന്നു പോരുകയില്ല, നിങ്ങളാവുന്ന് പിടിച്ച് ഇങ്ങോട്ട് വെച്ച് തരണം. ദേഷ്യപ്പെട്ടുകൊണ്ട് അയാൾ JCB തിരിച്ചു വെച്ച് വണ്ടിയെ എടുത്ത് കരയ്ക്കോട്ട് വെച്ചപ്പോൾ വണ്ടിക്കൊന്നും പറ്റിയില്ല.
കർത്താവ് കാണിച്ചതായതുകൊണ്ടും കർത്താവ് ചെയ്യിപ്പിച്ചതായതുകൊണ്ടും ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെ ഇതിലെ വരാൻ ഇടയായത് എങ്ങനെയാണ്? ഞങ്ങളെ ഇന്ന് ഈവനിങ് പത്രത്തിൽ ഈ JCBയുടെ നമ്പരും ഞങ്ങളുടെ ഫോൺ നമ്പരും കൊടുത്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു. കോഴിക്കോട് ടൗണിൽ ട്രെയിനിൽ വന്നിറങ്ങിയ ഒരാൾ, ഇത്തരം ഒരു അത്യാവശ്യക്കാരൻ എന്നെ വിളിച്ചു. ഞാൻ ഈ സമയത്ത് ഇതിലെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഒരു കട്ടൻ കാപ്പി പോലും മേടിച്ചു കൊടുക്കുവാൻ കടയൊന്നും അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് നേരം പോയതായിട്ട് ഒരല്പ ഈർഷ്യയോടുകൂടിയാണ് പോയത്. ഞങ്ങൾ തട്ടിക്കുടഞ്ഞിട്ട് കിട്ടിയ നടപ്പോ ഓട്ടവും എല്ലാം നടത്തി അടുത്ത ബസ് സ്റ്റാൻഡിലെത്തി കിട്ടിയ ബസ്സിൽ കോട്ടയത്തേക്ക് വന്നു. ലേറ്റായി ബസ് എത്തിയപ്പോൾ. 9 മണിക്ക് റിട്രീറ്റ് ആരംഭിക്കേണ്ടതാണ്. വന്നപ്പോൾ തന്നെ 10 കുളിച്ചൊരുങ്ങി ചെന്നപ്പോൾ 10:30. പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ്, വേദപുസ്തകം കയ്യിൽ തുറന്നപ്പോഴാണ് കണ്ണട കാണുന്നില്ല. ഇന്നലെ വണ്ടിയിൽ ഇട്ടേച്ചു പോന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണട കാണുന്നില്ല, നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം തരട്ടെ എന്ന്. പ്രിയരെ, എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചത് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. ബിംബാരാധന മതത്തിലാണ് കിടക്കുന്നതെങ്കിലും വളരെയേറെ വിശ്വാസത്തിലേക്ക് ദൈവം അവരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം തുടങ്ങി പെട്ടെന്നാണ് ഒരു പല്ലി അഥവാ ഗൗളി വീഴുന്നത് പോലെ എന്തോ വേദപുസ്തകത്തിലേക്ക് വന്ന് വീണു. എടുത്തപ്പോൾ പല്ലിയല്ലായിരുന്നു, എൻ്റെ ഇന്നലെ കാണാതെ പോയ കണ്ണടയായിരുന്നു. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമമായ എൻ്റെ യേശുവിന് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? ഈ സംഭവം അന്ന് അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങളെ ഒത്തിരി വളർത്തി. അവർ സത്യത്തിലേക്ക് ക്രമേണ വന്നു. ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ സമീപത്തുള്ള പെന്തക്കോസ്ത് മതങ്ങളിൽ ജനക്കൂട്ടത്തെ വർദ്ധിപ്പിക്കുന്നിടത്തോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. അല്പം സത്യമറിഞ്ഞത് പൂർണ്ണ സത്യത്തിലേക്ക് വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. ആ റിട്രീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പയ്യന്നൂർ ഭാഗത്തേക്ക് ട്രെയിനിൽ പോകുന്നതിന് വേണ്ടിയാണ്. 10:10 കോട്ടയത്ത് മലബാർ എക്സ്പ്രസ് അന്ന് വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ അത് പോയത് ഞങ്ങളുടെ വണ്ടി ജീപ്പ് താമസിച്ചത് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് പോകേണ്ട ഒരു മംഗലാപുരം എക്സ്പ്രസ് ബസ് അതും പോയി. ഇനി വെളുപ്പിനെ 5 മണിക്കേ ഉള്ളൂ. ട്രെയിനുണ്ട് 12 മണി 1 മണിയാകുമ്പോൾ. അതിൽ പോയ സ്കൂളിൽ 10 മണിക്ക് മുമ്പ് എത്തുകയില്ല. സോ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. എൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ പറഞ്ഞു, നമുക്കൊരു ബസ് തരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതെങ്ങനെയാടാ, ഇവിടെ ബസ് ഇനി ഇല്ല, രാവിലെ 5 മണിക്കേ ഉള്ളെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? പ്രാർത്ഥിക്കാം. ട്രെയിനുമില്ല ബസ്സുമില്ലാത്തടുത്ത് അസാധ്യമായ ആ സംഭവത്തിങ്കൽ പ്രാർത്ഥിക്കാനൊരു മനസ്സ് എനിക്കുണ്ടാവുകയാണ്, ഞങ്ങൾക്കുണ്ടാവുകയാണ്. പ്രിയരെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ ബോർഡ് വെച്ചുകൊണ്ട് പുത്തൻ പെയിന്റ് അടിച്ച ഒരു വണ്ടി വരുമ്പോൾ ഞങ്ങൾ ഓർത്തു, ടയർ പഞ്ചറായി വഴിയരികിൽ കിടന്നിരുന്ന വല്ല ബസ്സും ആയിരിക്കും, പോയേക്കാം. ഓടി ചെന്നപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഇത് നാളെ രാവിലെ പയ്യന്നൂർ ഡിപ്പോയിൽ കൊടുക്കും, രാവിലെ അവിടുന്ന് റിലീസ് ചെയ്യേണ്ട പുത്തൻ ബസ്സാണ്, ആളുകളെ കൊണ്ടുപോവുകയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ പയ്യന്നൂർ ബോർഡ് വെച്ച് എന്തിനാണ്? അത് അധികൃതർ വെച്ച് തന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒത്തിരി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് തോന്നണം കർത്താവേ. ഡ്രൈവർ ഇറങ്ങി വന്നു, എന്നോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് സിറ്റിയിലുള്ള കാത്തലിക് ചർച്ചിൽ ദൈവവചനം പങ്കുവെക്കാൻ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ അന്ന് കണ്ടതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒന്ന് സഹായിക്കുമോ? ഞങ്ങളെ സഹായിക്കാമല്ലോ. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ സൂട്ട് കേസൊക്കെ എടുത്ത് താഴത്തങ്ങാടി ഭാഗത്തേക്ക് നടന്നു. ഇവിടുന്ന് കയറാൻ നിയമമില്ല. റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ക്യൂ ആയിട്ട് നടന്നു. അപ്പം ഞങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളാണെന്ന്. ഞങ്ങൾ കൊണ്ടുവന്ന് അരികത്ത് നിർത്തും, ചാടി കയറിക്കോ കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്നു. ഒരു 15-20 മിനിറ്റ് നടന്ന് 2-3 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ ബസ് വരുന്നു. ഞങ്ങളതിൽ കയറി ദൈവത്തിനെ മഹത്വപ്പെടുത്തി. പിന്നെ ഡീസൽ അടിക്കാനോ ടൗണിലോ നിർത്തുമ്പോൾ ഞങ്ങൾ ആ വണ്ടിക്കകത്തോട്ട് അങ്ങ് കിടന്നേക്കും. അവർ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കും, ഒന്ന് കിടന്നേക്കണം, വണ്ടിയിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന്. വെളുപ്പിനെ 4 മണിക്ക് മുമ്പ് പ്രിയമുള്ളവരെ
പയ്യന്നൂർ വരികയും സമയത്തിന് സ്കൂളിൽ എത്തുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ സാക്ഷ്യം പറയുന്നത്? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയാനാണ്. നിങ്ങളുടെ ഏത് പ്രാർത്ഥനയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ചാൽ കേൾക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ എളിയ ജീവിതത്തിൽ 1,80,000-ൽ പരം വന്ധ്യ ദമ്പതികൾക്ക് എൻ്റെയും നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥന മുഖാന്തരം കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്. 1,85,000 സ്ത്രീകൾക്ക് വന്ധ്യത മാറ്റി കൊടുത്തുകൊണ്ട് അനുഗ്രഹം കൊടുത്തെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണോ അത്? അവർക്കൊക്കെ ഒരു ലൈഫ് ഉണ്ടായില്ലേ? ഇത് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കത്തവണ്ണം ചിത്രമുള്ള അടയാളമുള്ളതാണ്. ബാക്കി എത്രയോ കാണും. എത്രയെത്ര ക്യാൻസർ രോഗികൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഹെപ്പറ്റൈറ്റിസ് ബി മാറി, എനിക്കിവിടെ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബി മാറിയ ഒരു ദൈവദാസനെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. ഇതാ ഈ ദൈവദാസന്റെ ബ്ലഡിലാണ് പ്രിയമുള്ളവരെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന മാരകമായ രോഗമുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, കർത്താവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയരെ, ഇങ്ങനെ ഏത് രോഗം, ഏത് ശാപം, ഏത് ബന്ധനം, എല്ലാം മാറ്റിവിടുന്ന ഒരു ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു വഴി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചോളുക. പെന്തക്കോസ്ത് ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ പിടിച്ച് വിശ്വാസത്തോട് നീങ്ങുന്നതിനേക്കാൾ ഉപരി അനേകം ആളുകൾ വിശുദ്ധി, ശുദ്ധി, ശുദ്ധി എന്നും പറഞ്ഞ് നടക്കും. നല്ലത് തന്നെയാണ്, വിശുദ്ധി എല്ലാത്തിനും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ വിശ്വാസത്തോടെ എന്ന് ഉപാസിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു കുറവും വരുത്തരുതേ എന്ന് ഞാൻ യാചിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അതെ, വിശ്വാസികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവം ഇന്നും ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലംഭാഗത്തിരുന്നു കൊണ്ട് എനിക്ക് നിനക്കും വേണ്ടി ഇടിവിൽ നിന്ന് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ദൈവപുത്രൻ, അവൻ്റെ നാമത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് എക്കാലവും ജീവിക്കുക എന്നതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ യാതൊന്നുമില്ല. പ്രാർത്ഥന കേൾക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചർച്ച് അഥവാ കൂട്ടായ്മ, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ പുറപ്പെടുന്നു എന്ന് വിചാരിക്കുക. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ട്രെയിൻ പുറപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ട്രെയിനിൽ ഒത്തിരി പണവും ഒത്തിരി സാധനങ്ങളും മിഷനറികളും ഉണ്ടായിരുന്നു. അതെല്ലാം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട ട്രെയിനിൽ ഒരു മുറിയിൽ സ്വർണമുണ്ടായിരുന്നു, മറ്റൊരു മുറിയിൽ വെള്ളി ഉണ്ടായിരുന്നു, ഇനി ഒരു മുറിയിൽ തങ്കമുണ്ടായിരുന്നു, മറ്റൊരു മുറിയിൽ ഇവിടുത്തെ 100 രൂപ നോട്ടുണ്ടായിരുന്നു, അവിടുത്തെ 100 രൂപ നോട്ടും 5000, 500 രൂപ നോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല മുറിയിലും പലതായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിട്ടു, കൊല്ലത്ത് നിർത്തി ഒരു കമ്പാർട്ട്മെന്റ് തുറന്നു. അതിനകത്തുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും വാരി ബന്ധപ്പെട്ടവർ ജനങ്ങൾക്ക് കൊടുത്തു. അടുത്ത സ്റ്റേഷനിൽ വന്ന് നിർത്തി. അത് എറണാകുളത്താണ്. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് നിറച്ചും സാധനങ്ങൾ ഉണ്ടായിരുന്നു, 500 രൂപ നോട്ടും 1000 രൂപ നോട്ടും. അതെല്ലാം വാരി ജനങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് എല്ലാ കമ്പാർട്ട്മെന്റും കാലിയായി തീർന്ന ഒരു ട്രെയിൻ. ഇങ്ങനെ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ട്രെയിൻ പോലെയാണ് ചർച്ച്, സഭ. അതിങ്ങനെ കുറച്ച് അന്യഭാഷയും കുറച്ച് പാട്ടും കുറച്ച് പ്രസംഗവും കുറച്ച് 40 ദിവസത്തെയും 100 ദിവസത്തെയും ഉപവാസ പ്രാർത്ഥനയുമായിട്ട് മാത്രം നീങ്ങുന്ന ഒരവസ്ഥയല്ല. അത് ജനകോടികൾക്ക് ആവശ്യമായതെല്ലാം വിതരണം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്. ചോദിക്കുന്നതൊക്കെയും ജനത്തിന് വേണ്ടി മേടിച്ചു കൊടുക്കുന്ന വലിയ നന്മയുടെ കേദാരനിധിയാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ചർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ അലകും പിടിയും ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ രൂപാന്തരീകരണത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റണം. സാത്താനെ ലജ്ജിപ്പിക്കാൻ പറ്റണം. സാത്താനാണ് ട്രിവാൻഡ്രത്തേക്ക് ഡൽഹിയിൽ നിന്നും ആ ട്രെയിൻ ഓടിച്ചുകൊണ്ട് വന്നത്. അതിനകത്തുള്ളതില്ല, അതിനകത്ത് തന്നെ ഇരുന്നു. ആർക്കും ഒരു ഉപകാരം ഉണ്ടായില്ല. ചില സഭ ഇങ്ങനെയാണ്. മുതലാളിമാർക്കൊക്കെ സ്തോത്രകാഴ്ച പിരിച്ചെടുക്കാൻ കൊള്ളാം, അതിനപ്പുറം പാവങ്ങൾക്കൊരു ഉപകാരവുമില്ല. രോഗം രോഗമായും ദുഃഖം ദുഃഖമായും വേർപാടും വിശുദ്ധിയും വേർപാടും വിശുദ്ധിയായിട്ട് മാത്രം ഇരിക്കും.
ഇങ്ങനെയല്ല ചർച്ച്. ചർച്ച് അനുഗ്രഹിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനാലയമാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണെന്ന് അറിയപ്പെടുന്നുവെന്ന് പറഞ്ഞില്ലേ? ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുമല്ലോ. കൊച്ചിയിൽ അന്ന് ഇംഗ്ലണ്ടിലെ റാണി എലിസബത്ത് രാജ്ഞി വന്ന കഥ ആരെങ്കിലും എഴുതിയോ ഞാൻ പറഞ്ഞോ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കുന്നത് നല്ലതാണ്. ഒരാഴ്ചത്തെ വിസിറ്റിനാണ് കൊച്ചിയിൽ എലിസബത്ത് രാജ്ഞിയും മകനും എത്തിയത്. അവർ ഔദ്യോഗിക കേന്ദ്രങ്ങളെല്ലാം വിസിറ്റ് ചെയ്തു. എന്നിട്ട് എറണാകുളം ടൗൺ ഹാളിൽ ജനങ്ങളെ വ്യക്തിപരമായിട്ട് കാണാൻ വേണ്ടി വന്നിരുന്നു. ജനങ്ങളെ വ്യക്തിപരമായിട്ട്. അപ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം കയറി വരുന്നവർ. ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് 500 പേര് കൊടുത്തിരിക്കുകയാണ് എലിസബത്ത് രാജ്ഞിയോട് ഒന്ന് മിണ്ടാൻ, ഒന്ന് സംസാരിക്കാൻ. കയറി വരുന്നവർ ക്യൂ ആയിട്ട് വരണം. ആദ്യം അവിടെ ഇരിക്കുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം ഹിതപരിശോധന നടത്തും. നമ്മൾ ഈ വിമാനത്തിൽ കയറാൻ പോകുമ്പോൾ ശരീരം മുഴുവൻ പരിശോധിക്കുന്ന പോലെ അദ്ദേഹം പരിശോധിച്ചിട്ട് ഒരു വെള്ള കാർഡ് കൊടുക്കും. രണ്ടാമത് DVSP ഇരിക്കുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹം പരിശോധിച്ചിട്ട് ഒരു മഞ്ഞ കാർഡ് കൊടുക്കുന്നു. മൂന്നാമതിരിക്കുന്നത് ഒരു SP ആണ്. അദ്ദേഹം പരിശോധിച്ചിട്ട് ഒരു ബ്ലാക്ക് കാർഡ് കൊടുക്കുന്നു. ഇത് വാങ്ങിച്ചുകൊണ്ട് നാലാമതെത്തുമ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസാണ് ഇരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം ഒരു ഗ്രീൻ കാർഡ് കൊടുക്കും. അത് കിട്ടിയാൽ എലിസബത്ത് രാജ്ഞി ഇരിക്കുന്ന സ്റ്റേജിലേക്ക് കയറാം. അങ്ങനെ കയറുന്ന സമയത്ത് പിന്നെ അവിടെ ഇരിക്കുന്ന PA ആണ്, പേഴ്സണൽ അസിസ്റ്റന്റ്. അദ്ദേഹം പച്ചക്കാർഡ് മേടിച്ചു വെച്ചിട്ട് ഒന്നുകൂടി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയെല്ലാം നടത്തിയിട്ട് എലിസബത്ത് രാജ്ഞിയെ കാണാൻ അനുവദിക്കും. കാണുമ്പോൾ തന്നെ നമ്മൾ രാജ്ഞിയുടെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. കാൽമുട്ടുകൾ വണങ്ങി ബഹുമാനിക്കണം. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ എലിസബത്ത് രാജ്ഞി പറയും, ഓക്കെ എഴുന്നേക്ക്, നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാനുള്ളത് അതൊരു കടലാസിൽ എഴുതിയിട്ടില്ലേ? ഉണ്ടേ, ശരി, ആ വേസ്റ്റ് ബോക്സിൽ വെച്ചേര്, ഞാൻ തക്ക സമയത്ത് വായിച്ചോളാം, നിങ്ങൾക്ക് മറുപടി തന്നോളാം. ഭയങ്കര വേദനയായിപ്പോയി. എന്നാൽ ഇവിടം വരെ വന്നിട്ടൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എലിസബത്ത് രാജ്ഞിയുടെ കൊട്ട നിറച്ചും സാധനങ്ങളും കത്തുകളും കൊണ്ട് നിറഞ്ഞു. ഇങ്ങനെ 300-400 പേര് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചാൾസ് രാജകുമാരൻ അത് ദൂരെ നിന്ന് വന്ന് വണ്ടിയിൽ ഇറങ്ങുന്നു. അദ്ദേഹത്തിന് അർജന്റായിട്ട് തൻ്റെ അമ്മയെ കാണണം. അദ്ദേഹം നേരെ സ്റ്റേജിലേക്ക് വന്നു. സർക്കിൾ ഇൻസ്പെക്ടർ വിറച്ചുകൊണ്ട് സല്യൂട്ട് അടിച്ചു. തൊട്ടടുത്ത് DYSP വല്ലാതെ വിറച്ച് നിലത്ത് വീണു. ഒരു മെറ്റൽ ഡിറ്റക്ടറും ഇല്ല, ഒരു പരിശോധനയുമില്ല. SP ആകപ്പാടെ വിഷമിച്ചു. സ്റ്റേജിലേക്ക് ചവിട്ടി കയറി വന്ന സമയത്ത് പേഴ്സണൽ അസിസ്റ്റന്റ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചില ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ വരുന്നുണ്ട്, ഞാൻ ഇച്ചിരി കാശൊക്കെ അമിതമായിട്ട് എഴുതി എടുത്തിട്ടുണ്ട്, ക്ഷമിക്കണം, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. PAയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ചാൾസ് രാജകുമാരൻ നേരെ അമ്മയുടെ അടുക്കിലേക്ക് നീങ്ങിയപ്പോൾ അമ്മ വിറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. മോനെ, മൊബൈലിൽ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എൻ്റെ പൊന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? അമ്മേ, ഞാൻ കൊച്ചിയുടെ പശ്ചാത്തലം മുഴുവനും നടന്നു. പാവം ദേവസ്യ മുല്ലക്കര സാറിൻ്റെ സ്റ്റുഡിയോയൊക്കെ കണ്ടു. രാവിലെയും വൈകുന്നേരവും എല്ലാ ടെലിവിഷൻ ചാനൽ വഴിയും ദൈവവചനം പ്രഘോഷിക്കുന്ന അദ്ദേഹം 200 താഴെ അച്ചാച്ചന്മാരെ അമ്മച്ചിമാർക്കും കഞ്ഞിയും കറിയും കൊടുക്കുന്ന അദ്ദേഹം പാവത്തിന് സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റാണ്. പോരാഞ്ഞിട്ട് അദ്ദേഹം ഒരു ആശുപത്രിയും കൂടി തുടങ്ങാൻ പോവാണ്. ഇതെങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. ഇതുപോലെ ഒത്തിരി വിഷമിക്കുന്നവരെ കണ്ടു. അതുകൊണ്ട് എല്ലാവരും എനിക്കൊന്ന് സഹായിക്കണം. എൻ്റെ പൊന്നെ, നീ എന്തിനാണ് സഹായിക്കണമെന്ന് പറയുന്നത്? വാനിറ്റി ബാഗ് തുറന്നു, താക്കോൽ കൂട്ടം എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോദ്രജിന്റെ താടിനകത്തിരിക്കുന്ന അത്തരം അലമാരിക്കകത്തിരിക്കുന്ന അലമാരിയോട് കൂടി ഇവൻ പോകുന്ന വണ്ടിയുടെ പുറകെ കൊണ്ടിയല്ലു, ഇവൻ പറയുന്നിടത്ത് എല്ലാം വാരിക്കോരി കൊടുത്തോ എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യൻ ചാൾസ് രാജകുമാരനെ പോലെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യത്തിൽ പറയുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ചാൾസിനെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തോട് കിടന്ന് മുട്ടിപ്പാട്ട് അത് തായോ ഇത് തായോ എന്ന് പറയേണ്ട. ദൈവമകനെ,
ദൈവമകളെ കാണുന്ന സമയത്ത് ദൈവം നെട്ടി വിറയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊച്ചാക്കുകയല്ല. ആ എലിസബത്ത് രാജ്ഞി തന്റെ മകൻ ചാൾസ് രാജകുമാരനെ കണ്ടുകൊണ്ട് എന്തു പറഞ്ഞു? അതുപോലെ 14 ലോകമെന്നോ ആകാശവും ഭൂമിയും പാതാളവുമെന്നോ ഈ പ്രപഞ്ചം മുഴുവനും എന്ന് പറയുന്ന ഉണ്ടാക്കിയ യഥാർത്ഥ ദൈവം ഒരു പ്രാർത്ഥിക്കുന്ന ദൈവമകന്റെയും ദൈവമകളുടെയും മുമ്പിൽ എന്താ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. എന്താ വേണ്ടത്? പരീക്ഷ ജയിക്കണോ? നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണോ? നല്ല ആൺകുട്ടിയെ കല്യാണം കഴിക്കണോ? ഷാർജയിൽ ജോലി വേണോ? ദുബായ് വേണോ? USA വേണോ? എന്താ വേണ്ടത്? ആത്മാവിൻ രക്ഷ വേണം അല്ലേ? മാതാപിതാക്കന്മാർ സ്നാനം എടുക്കാതെ പാരമ്പര്യമല്ലേ? നിനക്ക് എന്ത് വേണം? നിനക്ക് ഏത് വേണം? ഇപ്പൊ ഞാൻ തരാം എന്ന് പറയുന്ന ഒരു സർവശക്തനായ ക്രിസ്തുയേശുവിന്റെ മുമ്പിലാണ് നമ്മൾ ദൈവമക്കൾ. പ്രിയരെ, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് ചാൾസിനെ പോലെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന്റെ മുമ്പിലേക്ക് നടന്ന് അടുക്കാം. ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന് പകരം പോപ്പ് നിന്നെ പിടിച്ചു വെക്കുകയില്ല. ഏതെങ്കിലും ഒരു DYSPക്ക് പകരം മർത്തോമ പള്ളിയിലെ അച്ഛൻ നിന്നെ പിടിച്ചു വെക്കുകയില്ല. ഏതെങ്കിലും ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിന് പകരം ജാക്കബൈറ്റ് ഓർത്തഡോക്സ് മതത്തിലെ വലിയ താടി വെച്ച് പിതാക്കന്മാരാരും നിന്നെ പിടിച്ചു വെക്കുകയില്ല. നീ ദൈവത്തിന്റെ മകനാണോ? അവർ ഞെട്ടി വിറയ്ക്കും. നീ ദൈവത്തിന്റെ മകനും മകളുമാണോ? അവർ നിന്റെ മുമ്പിൽ ഇഷ്ടരച്ച് പറയും, അത്ര ആത്മാവിനെ തരുന്ന ഒരു ദൈവം. റോമാലേഖനം 8-1 വാക്യം, റോമാലേഖനം 8-1 വാക്യം, ഈ ക്രിസ്തുവേശുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്ന പ്രശ്നമില്ല. ശിക്ഷാവിധി അവനില്ല. പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കോളൂ. തലവണങ്ങിയിരിക്കാൻ നമുക്കെല്ലാം. ക്രിസ്തുയേശു ഇപ്പോൾ പ്രാർത്ഥന കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്റ്റേജിലിരിക്കുന്ന വിശുദ്ധരോട് ചേർന്ന് നിസ്സാരനായി ഞാനും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് എന്തൊക്കെ വേണം, ഏതൊക്കെ വേണമെന്ന് കർത്താവേ അങ്ങറിയുന്നു. കർത്താവേ, ബൈബിൾ കോളേജിൽ പഠിക്കുകയും ബൈബിൾ കേട്ടുകൊണ്ട് ആവേശത്തോടുകൂടി ഇവിടെ ഇരിക്കുകയും ചെയ്യുന്ന കുറേ യുവാക്കന്മാരുണ്ടല്ലോ, അവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങിപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ വർഷിപ്പ് സെന്ററിലോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പെന്തക്കോസ്ത് ആരാധനയ്ക്കോ പോകുന്ന ഈ അനേക യുവാക്കന്മാർ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നു. കർത്താവെ, അവർക്കെല്ലാവർക്കും നിന്റെ ആത്മാവിനെ പകരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേദപുസ്തകത്തിലെ ജ്ഞാനത്തിനപ്പുറം പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിന്റെ ജ്ഞാനം എല്ലാവർക്കും നൽകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയില്ലാത്ത കുറച്ചു പേർ ഇവിടെ ഇരിക്കുന്നല്ലോ കർത്താവേ. നല്ല ജോലി ഉണ്ടായിരുന്നതാണ്, പക്ഷേ എൻ്റെ ദൈവമേ, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഷാർജയുടെ പശ്ചാത്തലത്തിൽ അനേകം ആളുകൾ ജോലിയില്ലാത്തവരായിരിക്കുന്നു. BSc വരെ പഠിച്ച നേഴ്സുമാരുണ്ട്, അവർക്ക് പോലും ജോലിയില്ലായ്മയുണ്ട്. കർത്താവേ, അവരെല്ലാവരെയും സുഖപ്പെടുത്തണമേ. അവർക്ക് എല്ലാവർക്കും നിന്റെ രാജ്യത്തിന്റെ മഹത്വം നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാവിശുദ്ധനായ കർത്താവേ, ഹല്ലേലൂയ. സ്വന്തമായി വീടില്ലാത്തവർ മാവേലിക്കരയിലായാലും റാന്നിയിലായാലും തൃശ്ശൂരായാലും എൻ്റെ ദൈവമേ, സ്വന്തമായി ഒരു വീടില്ലാതെ അവർ വിഷമിക്കുകയാണ്. കർത്താവെ, അവർക്കൊരു വീട് കൊടുക്കണം. അന്തി ഉറങ്ങുവാൻ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ഒരു കൂര കെട്ടാനുള്ള കാശ് ഈ ദുബായിൽ നിന്ന്, ഈ ഷാർജയിൽ നിന്ന്, ഈ രാജ്യത്ത് നിന്ന് നേടാമെന്ന് വിചാരിച്ച് അധ്വാനിക്കാൻ വന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. കർത്താവെ, ഇതുവരെയും ഒന്നും ഉണ്ടായില്ല. എൻ്റെ യേശുവേ, നല്ലൊരു ഭവനം കെട്ടുവാൻ, 10 സെന്റ് മണ്ണ് വാങ്ങിക്കുവാൻ മലയാള നാട്ടിൽ ഇവർക്കായിട്ട് അങ്ങൊരു കൂര ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മഹാവിശുദ്ധനും പരിശുദ്ധനും സർവശക്തനുമായ എൻ്റെ യേശുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ദുരിതങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദരത്തിൽ രോഗമുള്ളവർ, പ്രത്യേകിച്ചും എൻ്റെ ദൈവമായ കർത്താവെ, മഹോദരം പോലെയും സിറോസിസ് പോലെയും രോഗമുള്ളവരുണ്ടല്ലോ ഇവിടെ, അവരെ ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ. കർത്താവെ, നാട്ടിലായാലും വീട്ടിലായാലും എൻ്റെ ദൈവമേ, ക്യാൻസർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ചിലർ, അവരെ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് സുഖപ്പെടുത്തണമേ. കർത്താവെ, ഓട്ടിസം എന്നോ സെറിബ്രൽ പാൾസി എന്നോ പറയുന്ന ചില രോഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ ചിലർ ഇവിടെ ഇരിക്കുന്നുവല്ലോ കർത്താവേ. യേശുവേ,
എൻ്റെ യേശുവേ, ഞങ്ങളോട് നീ കരുണയാകണം. ഓട്ടിസം പിടിച്ചാൽ നീ അല്ലാണ്ട് ആരുമില്ലത് മാറ്റുവാൻ, സെറിബ്രൽ പാൾസി പിടിച്ചാൽ നീ അല്ലാണ്ട് ആരുമില്ലത് മാറ്റുവാൻ. കർത്താവേ, വന്ധ്യ ദമ്പതികൾ, കുഞ്ഞുമക്കൾ ഇനിയും ഇല്ലാത്ത ദമ്പതികളെ അങ്ങ് ഇവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണം കർത്താവേ. ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. ഏറ്റവും അടുത്ത് ഗർഭം ധരിക്കുവാൻ അത്തരം ആളുകളെ എൻ്റെ കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവമേ, ദൈവത്തിന്റെ പുത്ര കർത്താവേ, ഇപ്പോൾ തന്നെ ഏവർക്കും കൃപ കൃപ കൃപ, വമ്പിച്ച കൃപ ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് കിട്ടുമെന്ന് ഇന്ന് തന്നെ വിശ്വസിക്കുക. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് തലമുറയെ തരുമെന്ന് ഇന്ന് തന്നെ വിശ്വസിക്കുക. വേദപുസ്തകം പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഹോളി സ്പിരിറ്റിനെ, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടെന്ന് ഇന്ന് തന്നെ വിശ്വസിക്കുക. നാളെയും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ അടിയന് ദൈവം കൃപ തന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇതിനു മുമ്പ് ഒരു മീറ്റിംഗ് ഇവിടെ വെച്ചിരുന്നതാണ്. പക്ഷേ അന്നേരം എനിക്ക് പെട്ടെന്ന് PC നാക്കിന് പ്രസംഗിക്കുവാൻ അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു. അമേരിക്ക കണ്ട് മഞ്ഞളിച്ചതുകൊണ്ടല്ല പോയത്. ഞാൻ അവിടെ പോയിട്ടും വെറും കൈയോടെ തിരിച്ചു പോരുക ചെയ്തത്. ഞാൻ എങ്ങും പോയാലും വാരിക്കൊണ്ട് പോകുന്നവനല്ല. എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയൂ, അത്രമാത്രം. പ്രിയരെ, അന്ന് പക്ഷേ PC നാക്ക് എന്ന് പറയുന്ന പെൻഡക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ അമേരിക്കയിലെ ഏറ്റവും വലിയ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് പോയതാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും പാപ്പച്ചൻ പാസ്റ്റർ വിളിച്ചിട്ട് വരുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച്